بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله جنود السماوات والأرض وكان الله عزيزا حكيما. إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا. إن الذين يبايعونك إنما يبايعون الله. إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله ومن أوفى بما عاهد عليه الله ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. صدق الله العلي العظيم. السلام عليكم ورحمة الله. Thank you for the beautiful recitation. We now invite Rijaz, Shibli and Adil to present the Wafi Geetam reflecting the spirit and the values of the Wafi academic tradition. Please take the podium. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ വിദ്യയാല വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ സമർപ്പണത്തിൻ സത്യസാക്ഷികൾ. അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ വിദ്യയാല വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ സമർപ്പണത്തിൻ സത്യസാക്ഷികൾ.
വന്ധ്യഗുരുനാഥരെ വിജയശില്പി സംഗമേ, നിങ്ങൾ തീർക്കും വഴികളിൽ ഞങ്ങൾ തണലു തേടി വന്നവർ ഞങ്ങൾ, തണലു തേടി വന്നവർ ഞങ്ങൾ. തീവ്രക്ഷുഭിത യൗവനത്തിൻ തീജ്വാലകൾ തെല്ലുമെ പാളാതെ തീർക്കാം ജ്ഞാനവീതികൾ. തീവ്രക്ഷുഭിത യൗവനത്തിൻ തീജ്വാലകൾ തെല്ലുമെ പാളാതെ തീർക്കാം ജ്ഞാനവീതികൾ. അറിവിനായി ഉദയം ചെയ്ത ജന്മമാണു നാം, അറിവുകൾ സമന്വയിക്കും വാഫിയാണു നാം, വാഫിയാണു നാം. അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ. വിദ്യയാല വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാപികൾ, സമർപ്പണത്തിൻ സത്യസാക്ഷികൾ. സരളമായ ദീനിൻ പാത പിന്തുടരണം, സമസ്തയാം സരണിയിൽ ശക്തിയാകണം. സരളമായ ദീനിൻ പാത പിന്തുടരണം, സമസ്തയാം സരണിയിൽ ശക്തിയാകണം. രാജനന്മക്കായി നാം കൈകൾ കോർക്കണം, രമ്യതയും മൈത്രിയും പടുത്തുയർത്തണം, പടുത്തുയർത്തണം. അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ. വിദ്യയാല വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാപികൾ, സമർപ്പണത്തിൻ സത്യസാക്ഷികൾ. ഉത്തമ ഗുണങ്ങളെല്ലാം സ്വീകരിക്കണം, ഉമ്മത്തിന്റെ വേദനകൾ നെഞ്ചിലേറ്റണം. ഉത്തമ ഗുണങ്ങളെല്ലാം സ്വീകരിക്കണം, ഉമ്മത്തിന്റെ വേദനകൾ നെഞ്ചിലേറ്റണം. ജന്മമേകിയോരെയെന്നും ഓർത്തിരിക്കണം, ജീവിതത്തിലെന്നും അവർ കൺകുളിർക്കണം, കൺകുളിർക്കണം. അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ. വിദ്യയാല വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാപികൾ, സമർപ്പണത്തിൻ സത്യസാക്ഷികൾ. വിദ്യയുടെ വീടുകൾ വിണ്ണിൽ തീർത്ത ശ്രേഷ്ഠരെ കാത്തിരിക്കാം നിങ്ങളെ ഞങ്ങൾ, കൈപിടിക്കാൻ സ്വർഗവാതിലിൽ, കൈപിടിക്കാൻ സ്വർഗവാതിലിൽ, കൈപിടിക്കാൻ സ്വർഗവാതിലിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാഫി ക്യാമ്പസ് ശരിയ ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റി ഡോക്ടർ റഫീഖ് വാഫി അൽ അസ്ഹരി അവർ സ്വാഗത ഭാഷണം നിർവഹിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. بسم الله الرحمن الرحيم. الحمد لله رب العالمين الملك الحق المبين، والصلاة والسلام على سيدنا محمد الصادق الوعد الأمين وآله وصحبه وأزواجه وعترته وأتباعه الطيبين الطاهرين، أما بعد، فأحييكم جميعا بتحية الإسلام. السلام عليكم ورحمة الله تعالى وبركاته. ആദരണീയരായ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിൻ്റെ അക്കാഡമിക് കൗൺസിൽ ചെയർമാൻ, കേരള ഉമ്മത്തിൻ്റെ നേതൃത്വം പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, CIC ജനറൽ സെക്രട്ടറി ഉസ്താദ് അബ്ദുൽ ഹക്കീം അൽ ഫൈലി, അവർ ഗസ്റ്റ് ഡോക്ടർ ഷാരിഖ് നിസാർ, പ്രൊഫസർ സൈഫ് അഹമ്മദ്, പ്രൊഫസർ റഖീഖ് അഹമ്മദ്, വേദിയിലുള്ള ഡോക്ടർ യൂസുഫ് അൽ അസ്ഹരി,
ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, ഈ ഇസ്ലാമിക് കോൺഫറൻസിൽ വിഷയം അവതരിപ്പിക്കാൻ വന്ന സ്കോളേഴ്സ്, ഇതിൽ നിന്നും എല്ലാവിധത്തിലുള്ള ഇസ്ലാമിക ഫിനാൻസിൻ്റെ ചലനങ്ങൾ ഇന്ത്യയിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്ന വിദ്യാർത്ഥിനികൾ, വാഫി ക്യാമ്പസ് ചെറിയ രീതിയിലുള്ള ചുവടുവെപ്പുകൾ നടത്തുകയാണ്. ഒരു PG വിദ്യാഭ്യാസ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള അക്കാഡമിക് സെമിനാറുകൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ അവരുടെ പഠനത്തിന്റെ ഭാഗമാണ്. ഒരു ബിരുദ വിദ്യാർത്ഥി പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നതിലപ്പുറം പുതിയ കാര്യങ്ങളെ വീക്ഷിക്കാനും ഗവേഷണങ്ങളും അന്വേഷണങ്ങളും തൻ്റെ പഠനയാത്രയുടെ ഭാഗമാക്കി മാറ്റാനും ശ്രമിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ശരിയ വാഫി ക്യാമ്പസ് ചെറിയ ഒരു ചുവടുവെപ്പ് നടത്തുകയാണ്. ഈ രീതിയിലുള്ള അക്കാഡമിക് സെമിനാറുകൾ ഇനിയും എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ക്യാമ്പസിനും സംവിധാനത്തിനും അതുപോലെ തന്നെ കേരള സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് നിർവഹിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിക് ഫൈനാൻസ് പ്രിൻസിപ്പൽസ്, സ്ട്രെങ്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യസ് എത്തിക്കൽ ഗ്രോത്ത്, അഥവാ പണമിടപാടിന്റെ പരമ്പരാഗത മാനദണ്ഡങ്ങൾ മാറിയ ഈ സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷനുകൾ, പണം സമ്പാദിക്കാനും ചെലവഴിക്കാനും ഒരുപാട് ഓപ്ഷനുകൾ, അവസരങ്ങൾ ഉള്ള ഈ കാലത്ത് ഏത് വഴിയിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത്, അല്ലെങ്കിൽ നാം ഇടപെടുന്ന മേഖലയിലുള്ള സാമ്പത്തിക സംവിധാനങ്ങളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള വളരെ കാലിക പ്രസക്തമായ ചർച്ച. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗവേഷക വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള അന്വേഷണങ്ങൾ കരണീയമാണ്. അതുപോലെ തന്നെ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി, തൻ്റെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്ന വ്യവഹാരങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ ശരി തെറ്റുകൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. അതുമാത്രമല്ല, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ വിഷയത്തെക്കുറിച്ചുള്ള അറിയൽ നിർബന്ധവുമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ തന്റെ തുഹ്ഫയിൽ പറയുന്നത് പോലെ ഫർള് കിഫായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സ്ഥലത്ത് അവർ പറയുന്നുണ്ട്, വഅമ്മാ മാ യുഹ്താജു ഇലൈഹി ഫീ ഫർളിൻ ഐനിയിൻ ഔ ഫീ ഫൈലിൻ ആഖർ അറാദ മുബാശറതഹു വലൗ ബിവകീലിഹി ഫതഅല്ലമു ലവാഹിരി അഹ്കാമിഹി ഗൈറു നാദിറ ഫർളു ഐനിൻ. അപ്പോൾ നാം പല ആളുകളും ചെയ്യുന്ന സാമ്പത്തിക ഇടപാടുകൾ, ആ സാമ്പത്തിക ഇടപാടുകളുടെ ഹുക്കുമുകൾ എന്താണ് എന്ന് അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് അത് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, ഉപയോഗിക്കുന്ന നമ്മളെങ്കിലും അത് അറിഞ്ഞിരിക്കണം. അത് ഫർള് ഐനാണ്. അപ്പോൾ ഒരു പണ്ഡിതൻ എന്ന നിലയ്ക്ക് താൻ ചെയ്യുകയാണെങ്കിലും തൻ്റെ സമൂഹം ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും അതിന് നിശ്ചിതമായ നിയമങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ ഉണ്ടായിരിക്കണം. ആ രീതിയിലുള്ള ചില അന്വേഷണങ്ങളാണ് നാം ഈ രീതിയിലുള്ള സെമിനാറുകൾ കൊണ്ട്, കോൺഫറൻസുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ പറയപ്പെടുന്നത് ഒരിക്കലും ഈ വിഷയങ്ങളിലുള്ള അവസാന വാക്കുകളല്ല, മറിച്ച് നമ്മുടെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വിനിമയങ്ങളെ കുറിച്ച് അടുത്തറിയാനും അതിൻ്റെ ശരിതെറ്റുകളെ വിശകലനം ചെയ്യാനുമുള്ള ഒരു അവസരമാണ് ഈ സെമിനാർ. സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ സമീപനം, അഥവാ ഇസ്ലാം സമ്പത്തിനെ ഒരിക്കലും മോശമായിട്ട് കാണുന്നില്ല.
പല ആളുകളും പരിത്യാഗത്തിന്റെ ഭാഗമായിട്ട് സമ്പത്ത് ഉപേക്ഷിക്കാറുണ്ടെങ്കിലും ജീവിതമാർഗം എന്നുള്ള നിലയ്ക്ക്, ജീവിത നിലവാരം ഉയർത്താനുള്ള ഉപാധി എന്ന നിലയ്ക്ക് സമ്പത്ത് ആവശ്യവും അനിവാര്യവുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണഘട്ടത്തിൽ സക്കാത്തിന്റെ കാശ് വർദ്ധിച്ചപ്പോൾ ജനങ്ങളോട് പറഞ്ഞത് അസ്ലിഹു മആയിഷക്കും, നിങ്ങളുടെ ജീവിത നിലവാരം ഈ സമ്പത്ത് കൊണ്ട് ഉയർത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, നിഅമൽ മാലു സ്വാലിഹു ലിൽ മർഇ സ്വാലിഹ്, നല്ല ധനം നല്ല വ്യക്തിയുടെ കയ്യിൽ ഉണ്ടാവുന്നത് കരണീയമാണ് എന്നുള്ളത്. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് അല്ലെങ്കിൽ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളുടെ നിർവഹണത്തിന് സഹായിക്കുന്ന സമ്പത്ത് നല്ലത് തന്നെയാണ്. ആ സമ്പത്തിലൂടെ മനുഷ്യൻ തന്റെയും തന്റെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ആവശ്യങ്ങൾ നിറവേറ്റുകയും ബുദ്ധിമുട്ടുകളില്ലാതെ, ആളുകൾക്ക് പ്രശ്നങ്ങളില്ലാതെ, ചൂഷണം ചെയ്യാതെ തന്റെ സാമ്പത്തിക അഭിവൃദ്ധി തേടുകയും ചെയ്യുന്നു. ഇസ്ലാം ഇബാദത്തിൽ, ആരാധനയിൽ പല നിയമങ്ങളും നിഷ്കർഷിച്ചതുപോലെ തന്നെ സാമ്പത്തിക വിഷയത്തിലും ഇടപാടുകളിലും മുആമലാത്തിലും ഇസ്ലാം അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ വെക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി ആ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ സമ്പത്തിന്റെ പരമാധികാരം അള്ളാഹുവിനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമ്പത്ത് വിനിയോഗിക്കാൻ വേണ്ടി ജനങ്ങളെ നിയോഗിച്ചു, അല്ലെങ്കിൽ നമ്മെ നിയോഗിച്ചു എന്ന് മാത്രം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് പോലെ വആതൂഹും മിൻ മാലില്ലാഹി അല്ലദീ ആതാകും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകുക എന്നുള്ളത്. അപ്പോൾ സമ്പത്തിന്റെ പരമാധികാരം അള്ളാഹുവിനാണ്. ആ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം എന്ന് നിഷ്കർഷിക്കുന്നതും അല്ലെങ്കിൽ നിയമം വെക്കുന്നതും അള്ളാഹുവാണ്. അതുപോലെ തന്നെ ആ രീതിയിൽ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ കൃത്യമായ ഓഡിറ്റിംഗ്, നമ്മുടെ സമ്പത്തിന്റെ വിതരണം, അതുപോലെ തന്നെ സമ്പത്ത് എങ്ങനെ സമ്പാദിക്കുന്നു, സമ്പാദന വിതരണ വഴികൾ കുറ്റമറ്റതായിരിക്കണം. കൃത്യമായ ഓഡിറ്റിങ്ങിന് വിധേയമാക്കും എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ, എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്നും എന്തിലാണ് ചെലവഴിച്ചത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കും എന്ന് പറയുമ്പോൾ, സമ്പത്ത് കേവലം ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപാധി മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്, അള്ളാഹു ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ള ബോധം വിശ്വാസിക്ക് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ മത്സരങ്ങൾ, ആരോഗ്യകരമായ മത്സരങ്ങൾ മാർക്കറ്റുകളിൽ, വിപണനത്തിൽ നല്ലതാണ്. പക്ഷേ ആളുകളെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ വാക്കിന് വില നൽകാത്ത രീതിയിലുള്ള, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പോലെ ലാ യബിഉ അഹദുക്കും അലാ ബൈഇ അഖീഹി, തന്റെ സഹോദരൻ വില പറഞ്ഞ് ഉറപ്പിച്ച കച്ചവടത്തിൽ നിങ്ങൾ ഇടപെടരുത് എന്നുള്ളത്, അല്ലെങ്കിൽ ആ കച്ചവടം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കരുത് എന്നുള്ളത്. അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ്, സാമൂഹിക സാമ്പത്തിക നീതി ഇസ്ലാം ഉറപ്പുവരുത്തുന്നു. നാം ക്യാപിറ്റലിസവും അതുപോലെ തന്നെ സോഷ്യലിസവും പരിചയിച്ച് നടപ്പിലാക്കപ്പെടുന്ന ഒരു സാമൂഹിക ലോകക്രമത്തിലാണ് നമ്മളുള്ളത്. എന്താണ് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി വ്യക്തികൾക്ക് അതുപോലെ തന്നെ സമൂഹത്തിനും സമ്പത്ത് കയ്യിൽ വെക്കാം, പക്ഷേ നീതി നടപ്പാക്കപ്പെടും എന്നുള്ള രീതിയിലൂടെ വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്യാപിറ്റലിസവും അതുപോലെ തന്നെ ഗവൺമെന്റിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സോഷ്യലിസവും അല്ലാതെ രണ്ടു പേർക്കും അവകാശം നൽകിക്കൊണ്ട് അതേസമയം സാമൂഹിക സാമ്പത്തിക നീതി നടപ്പാക്കുന്ന ഒരു രീതിയാണ് ഇസ്ലാമിക സാമ്പത്തിക സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. അത് വ്യക്തിയുടെ താല്പര്യം, സമൂഹത്തിന്റെ താല്പര്യം, വ്യക്തിയുടെ താല്പര്യത്തിനേക്കാൾ നാം മുൻഗണന കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ താല്പര്യമാണ്. ഈ രീതിയിൽ ഇസ്ലാമിക സാമ്പത്തിക നിയമങ്ങളെ നാം പരാമർശിക്കുമ്പോൾ ഇസ്ലാം
ആ രീതിയിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധിയുടെ വഴികൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ ശരീരത്തിൽ രക്തം ഓടുന്നത് പോലെ സമ്പത്ത് മാർക്കറ്റിൽ, അങ്ങാടിയിൽ, മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കണം. അതിന്റെ ഫ്ലോ കൂടാനും പറ്റൂല, അതുപോലെ തന്നെ കുറയാനും പറ്റൂല, ആ രീതിയിൽ. അപ്പോൾ ഇസ്ലാം ആ രീതിയിലുള്ള ചലനത്തിന്റെ, സാമ്പത്തിക ചലനത്തിന് ഒരു സുതാര്യത വരുത്തുന്നു. അതുപോലെ തന്നെ അതിന് വിഘാതം സൃഷ്ടിക്കുന്ന കാര്യങ്ങളെ, പലിശ പോലെയുള്ള, വഞ്ചന പോലെയുള്ള കാര്യങ്ങളെ ഇസ്ലാം നിരോധിക്കുന്നു. അല്ലാത്ത മാർഗത്തിലൂടെ, എല്ലാ മാർഗത്തിലൂടെയും ഈ രീതിയിലുള്ള ചെറിയ നിഷ്കർഷതകൾ ഒഴിവാക്കിയാൽ, നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ അൽ അസ്ലു ഫിൽ മുആമലാത്തി അൽ ഇബാഹ, മുആമലാത്തിൽ ഇസ്ലാം പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അനുവദനീയമാണ് എന്നുള്ളത്. ഇസ്ലാം സമ്പത്തിന്റെ ഉത്തേജനത്തിന് ഒരുക്കുന്ന വഴികൾ, സക്കാത്ത്, ഉൽപാദനക്ഷമതയുള്ള ഒരു കൂട്ടരിൽ നിന്നും ഉൽപാദനക്ഷമതയില്ലാത്ത ഒരു കൂട്ടരിലേക്ക് സമ്പത്ത് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരെയും ഈ മാർക്കറ്റിൽ, സമ്പത്തിന്റെ ചലനത്തിൽ ഭാഗവാക്കാക്കുകയാണ് ഇസ്ലാം സക്കാത്ത് കൊണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സദഖ, അതുപോലെ തന്നെ വഖഫ്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. അൽ ഖർദുൽ ഹസൻ, നല്ല കടം, അഥവാ ജനങ്ങളുടെ പ്രാരാബ്ദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക വഴികൾ ചെയ്യണമെന്നുള്ളത്. കച്ചവടം, ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് കച്ചവടം. ഇവിടെ ഡോക്ടർ റക്കീബ് അഹമ്മദ് സൂചിപ്പിച്ചതുപോലെ അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽ 4 പേർ കോടീശ്വരന്മാരായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ സമ്പത്തിനെ വളർത്താൻ, നല്ല വഴിയിലൂടെ സമ്പത്തിനെ വളർത്താനുള്ള ശ്രമങ്ങൾ എപ്പോഴും ശ്ലാഘനീയമാണ്. ഇപ്പോൾ പരമ്പരാഗതമായ സാമ്പത്തിക രീതിയിൽ നിന്ന്, അഥവാ സാധാരണ കറൻസി അല്ലെങ്കിൽ ഗോൾഡ്, പരമ്പരാഗത രീതിയിൽ നിന്ന് സമ്പത്തിന്റെ മാറ്റം, ഡിജിറ്റലൈസേഷൻ, അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസികൾ, NFT-കൾ പോലെയുള്ള നൂതന രീതിയിലേക്ക് സാമ്പത്തിക ക്രമങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിസരത്ത് നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കേണ്ടത് ഗവേഷക വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് നാം ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. നമ്മുടെ സമൂഹം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്നുള്ളതൊക്കെ അവരെ ത്വര്യപ്പെടുത്തേണ്ടത് നമ്മുടെ അനിവാര്യതയുമാണ്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഈ പ്രൗഢമായ സദസ്സിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ വാഫി ക്യാമ്പസ് കാളികാവിന്റെ ഡീൻ ഡോക്ടർ ജലീൽ വാഫി അൽ അസ്ഹരി അവരുകളാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇൻ മലേഷ്യയിൽ നിന്ന് ഇസ്ലാമിക ഫിനാൻസിൽ പഠനം പൂർത്തിയാക്കി നമ്മുടെ കേരള ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ സംവിധാനത്തിന്റെ അക്കാഡമിക് കൗൺസിൽ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. അവരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ കീനോട്ട് അഡ്രസ് നടത്തുന്നത് CIC ജനറൽ സെക്രട്ടറി ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈലി അവർകളാണ്. ഉസ്താദിനെ ആദരപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ I extend warm welcome to our guests, Dr. Sharik Nizar, adjunct lecturer in University of Luxembourg, and he is also running an prominent management institution in Mumbai, and Mr. Saif Ahmed, the CEO of Zamzam in Bangalore, and Raqib Ahmed sir, he is the founder member of the Muslim Personnel Law Board and the convener of the Indian Islamic Finance, and I also welcome all of you. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന, പേപ്പർ പ്രസന്റ് ചെയ്യാൻ വന്ന എല്ലാ ഗവേഷക വിദ്യാർത്ഥികളെയും, ഇതിൽ പങ്കെടുക്കാൻ വന്ന വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വേദിയിലിരിക്കുന്ന ഉസ്താദ് യൂസുഫ് അൽ അസ്ഹരി, ഉസ്താദ് കുഞ്ഞാം ഫൈലി, അബ്ദുസലാം അൽ ഫൈലി, കുട്ടി ഉസ്താദ്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ആളുകളെയും, ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅ്വതനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വഫി ക്യാമ്പസ് ഡീൻ ഡോക്ടർ അബ്ദുൽ ജലീൽ വാഫി അൽ അസ്ഹരി ഉസ്താദ് അവറുകൾ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على المبعوث رحمة للعالمين وعلى آله وصحبه والصالحين أجمعين وبعد. ബഹുമാനാദരവുകൾ ഏറെ നിറഞ്ഞ നമ്മളുടെയൊക്കെ നേതൃത്വം CAC അക്കാദമിക് കൗൺസിൽ ഡയറക്ടർ പണക്കാട് സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, CAC ജനറൽ സെക്രട്ടറിയും ഞങ്ങളുടെയൊക്കെ ഗുരുവുമായ പ്രൊഫസർ അബ്ദുൽ ഹക്കീം ഫൈസി ഉസ്താദ് ആദർശേരി, വഫി ക്യാമ്പസ് ശരിയ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും ഞങ്ങളുടെയൊക്കെ ഗുരുവുമായ ഡോക്ടർ യൂസുഫ് ഹുസൈൻ അൽ അസ്ഹരി ഉസ്താദ്, വേദിയിലിരിക്കുന്ന ഡോക്ടർ ഷാരിഖ് നിസാർ, അതേപോലെ അബ്ദുൾ റഖീബ് സാർ, സൈഫ് അഹമ്മദ് സാർ, കുഞ്ഞാം ഉസ്താദ്, സലാം ഫൈസി ഉസ്താദ്, മൊയ്നുദ്ദീൻ ബാക്കവി ഉസ്താദ്, മുഹമ്മദ് കുട്ടി ഫൈസി ഉസ്താദ്, ക്യാമ്പസ് വൈസ് ഡീൻ ഡോക്ടർ അയ്യൂബ് വാഫി, ഇവിടെ സ്വാഗതം പറഞ്ഞ ഡോക്ടർ റഫീഖ് വാഫി അൽ അസ്ഹരി തുടങ്ങിയ സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, വളരെ അനിവാര്യമായ നിർബന്ധമായും നടക്കേണ്ട ഒരു കാര്യത്തിനാണ് വാഫി ക്യാമ്പസ് കാളികാവ് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ സ്വഭാവത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ഇവിടെ നടക്കാറില്ല. എന്നാൽ യുദ്ധത്തിന് എല്ലാവരും പോകണമെന്നും നിങ്ങളുടെ കാലുകൾക്ക് ഭാരമായി മാറിയത് കൊണ്ടാണോ നിങ്ങൾ വീട്ടിൽ വിശ്രമിക്കുന്നത് എന്നുമുള്ള ചോദ്യം കേട്ട സഹാബാക്കൾ ഒന്നായി യുദ്ധത്തിന് പോകാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും പോകരുത്, നിങ്ങളിൽ നിന്നുള്ള ഒരു ടീം അവിടെ ബാക്കിയാവുക, നിങ്ങൾ അറിവ് നേടുക, ആ നേടിയ അറിവ് നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്നവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ഖുർആനിക അധ്യാപനം. ആ അധ്യാപനമാണ് ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ആകത്തുക. ചുരുക്കി പറഞ്ഞാൽ അതിന് ഇമാമിങ്ങൾ ഫർള് കിഫയെന്നും ഫർള് ഐനെന്നും പറയുന്ന അറിവ് നേടുക എന്ന് പറയുന്ന വളരെ അവിഛിന്നമായ, വളരെ അനിവാര്യമായ, നിർബന്ധിതമായ ഒരു പ്രക്രിയയിലാണ് നമ്മളെല്ലാവരും എൻഗേജ് ചെയ്യുന്നത്. നമ്മൾ മനുഷ്യർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് ഇസ്ലാം സമഗ്രമാണ്, സമകാലികമാണ് എന്നൊക്കെയാണ്. പക്ഷെ ഇസ്ലാമിനെ നമ്മൾ ഒരു അപ്പൊ ഇസ്ലാം സമഗ്രമാണ്, സമകാലികമാണ് എന്ന് നാം പറയാറുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം, നമ്മൾ പടച്ചവനുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഭയങ്കര ശുഷ്കാന്തിയും ഭയങ്കര സജീവമായ ശ്രദ്ധയുമൊക്കെ വെക്കുന്നുണ്ട്. അതോടുകൂടെ മനുഷ്യരും തമ്മിൽ, അല്ലെങ്കിൽ പടപ്പുകളും നമ്മളും തമ്മിൽ പടച്ചവന്റെ സൃഷ്ടികളോടുള്ള നമ്മളുടെ ഇടപാടുകളിലും മറ്റുമൊക്കെ നമുക്ക് മതിയായ രീതിയിലുള്ള ശ്രദ്ധയോ
ആ ദിശയിലുള്ള പ്രവർത്തനങ്ങളിൽ എൻഗേജ് ചെയ്യുകയോ നാം ചെയ്യാറില്ല. നമ്മൾ ഷാരിഖ് നിസാർ സാഹിബ് പറഞ്ഞതുപോലെ ഇബാദാത്തിൽ നാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, മുആമലാത്തിലും മറ്റുമൊന്നും നാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന് ചുരുക്കം. സമഗ്രമായ ഇസ്ലാം ഒരു ഭാഗത്ത് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നു എന്ന് കാണുമ്പോഴാണ് സമൂഹത്തിൽ ബുദ്ധിയുള്ള ആൾക്കാർ ഇതിന് പരിഹാരം വേണം എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക. നമ്മളുടെ ഒക്കെ നേതൃത്വം മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു. ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് ഇങ്ങനൊരു തിരിച്ചറിവ് ഉണ്ട് എന്നുള്ളത് കാളികാവ് AP ബാപ്പു ഹാജി കൂടി മനസ്സിലാക്കി. ഈ തിരിച്ചറിവിനൊപ്പമായിരുന്നു, അല്ലെങ്കിൽ ഈ തിരിച്ചറിവ് ഉള്ള ഒരു വലിയ വ്യക്തിയായിരുന്നു അബ്ദുൽ ഹക്കീം ഫൈസി ഉസ്താദ് ആദർശേരി. ഇവർ മൂന്നാളും കൂടെ ഈ തിരിച്ചറിവിൽ ഇതിനൊക്കെ ഒരു പരിഹാരം വേണം എന്നുള്ള അർത്ഥത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് കാളികാവ് വാഫി ക്യാമ്പസ്. വാഫി സിസ്റ്റം തന്നെ ഈ ഒരു ചിന്ത തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഏരിയകളെ ശ്രദ്ധിക്കുകയും അനിവാര്യമായി പണ്ഡിതരുടെ ശ്രദ്ധ പതിയണം എന്നുള്ളിടത്ത് ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അതിന്റെ ഭാഗമായാണ് ഫിഖ് കൗൺസിലും മറ്റുമൊക്കെ നമ്മളുടെ സിലബസിന്റെ തന്നെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ തന്നെ ഭാഗമാക്കുന്നത്. ഇന്ന് നാം ഈ ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, ഈ പുതിയ സിലബസിലെ പുതിയ മാറ്റങ്ങളും മറ്റുമൊക്കെ പറയുമ്പോൾ അതിന് നേതൃത്വം നൽകുന്നത്, അത്തരം ചർച്ചകളുടെ നേതൃത്വം വഹിക്കുന്നത് ഇപ്പോ പാണക്കാട് കുടുംബത്തിൽ ജീവിക്കുന്ന നമ്മളുടെ ഒക്കെ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുമാണ്. നിങ്ങൾ വെറുതെ പാണക്കാട് കുടുംബത്തെ വെറുതെ ഒന്ന് നിരീക്ഷിക്കുക. ആരും ഈജിപ്തിൽ പോകാത്ത സമയത്ത് ഈജിപ്തിൽ പോയി പഠനം പൂർത്തിയാക്കി തിരിച്ചു വന്ന മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് 2025 കാളികാവ് ക്യാമ്പസ് എന്ന് പറയുന്ന ഈ ക്യാമ്പസിൽ വെച്ച് ഇസ്ലാമിക് ഫിനാൻസിൽ ചർച്ച നടക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, 10 അതിലധികമോ വർഷങ്ങൾക്ക് മുമ്പ് മകനെ മലേഷ്യയിലേക്ക് പറഞ്ഞയച്ച് അവിടെ നിന്ന് ഇസ്ലാമിക് ഫിനാൻസിൽ കോഴ്സ് പൂർത്തിയാക്കിയ PG പൂർത്തിയാക്കി തിരിച്ചു വന്ന ആളാണ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. ആ ഒരു യാത്രയും ആ ഒരു പഠനവും മുനവർ അലി ശിഹാബ് തങ്ങൾ ഏറ്റെടുത്തത് വഴി, അല്ലെങ്കിൽ അവരുടെ കുടുംബം അവരിൽ നിന്ന് മറ്റു അംഗങ്ങൾ ഏറ്റെടുത്തത് വഴി പുതുതലമുറയെ നിങ്ങൾ നിരീക്ഷിക്കുക. ഈജിപ്തിൽ പഠിക്കുന്നവർ, ഈ ഷാർജയിൽ പഠിക്കുന്നവർ, മറ്റ് ലോകരാജ്യങ്ങളിലും ഇന്ത്യയിലും പഠിക്കുന്നവർ, എന്തിനധികം ഈ അടുത്ത് അവിടെ നിന്നുള്ള ഒരു പെൺകുട്ടി നമുക്കൊക്കെ അഭിമാനമായി പല മീഡിയകളിലും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെട്ടത്, നമ്മളൊക്കെ ഏത് ദിശയിൽ ചിന്തിക്കണമെന്ന് നമുക്ക് നേതൃനിരയിൽ നിന്നുകൊണ്ട് കാണിച്ചു തരികയും വീട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ വാഫി എന്ന് പറയുന്ന ഈ സംവിധാനം ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടത്തുമ്പോൾ അതിന് ചില അടിസ്ഥാന ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് നമ്മളെ മുന്നിൽ വെക്കുന്നത്? വളരെ സംശുദ്ധമായ നീതിപൂർവകമായ ഇടപാടുകൾ ഇവിടെ നടക്കണം. നിങ്ങൾ അളവിലും തൂക്കത്തിലും നിങ്ങൾ കൃത്യത പാലിക്കണം, നിങ്ങൾ ചൂഷണം നടത്തരുത് എന്നൊക്കെ പറയുന്ന ആയത്തുകളിലൂടെ, അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ എഴുതി വെക്കണം എന്ന് തുടങ്ങിയ ഖുർആനിലെ ഏറ്റവും ദീർഘമേറിയ ആയത്തിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പരസ്പര വിശ്വാസവും ചൂഷണമുക്തവും നീതിപൂർവകവും സംശുദ്ധവുമായ ഇടപാടുകൾ ഇവിടെ നടക്കണമെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നടക്കുന്ന ഇടപാടുകളെ, ഇവിടെ നടക്കുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങളെ നിരീക്ഷിക്കുകയും അതിനെ നമ്മളുടെ ഇമാമിങ്ങൾ പറഞ്ഞതുമായി, നമ്മളുടെ തുറാസി ഗ്രന്ഥങ്ങളിൽ വന്നതുമായി ഒക്കെ തട്ടിച്ചു നോക്കുകയും അത് നമ്മളുടെ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കി നമുക്ക് പുതിയതായി എന്തെങ്കിലും പറയാൻ, എടുത്തു ചാടി പറയുക എന്നുള്ളതല്ല, പുതിയതായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അടിസ്ഥാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് എന്തെങ്കിലും പറയാനും ശ്രമിക്കുന്നത്. അപ്പോ നമ്മളൊരു പക്ഷേ പറഞ്ഞതിന് ചെറിയ മാറ്റങ്ങളല്ലാതെ ഉസൂലിൽ നിന്നുകൊണ്ട് ചില മാറ്റങ്ങൾ പറയേണ്ടി വന്നേക്കാം. അത് നമ്മൾ
എല്ലാം തകർത്തെറിഞ്ഞു മുന്നേറുകയാണ് എന്നുള്ള വ്യാഖ്യാനം അല്ലെങ്കിൽ വായന നമ്മൾ ആരും നടത്തരുത്. ഇതിന്റെ ഒരു മറുവശമുണ്ട്. ഇസ്ലാം പണ്ട് കാലത്ത് ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചതുപോലെ ഇസ്ലാം വെറും പഴയ കാലത്തെ മാത്രം സംബോധന ചെയ്യുന്നതാണ് എന്നും പുതിയ കാലത്തെ അഡ്രസ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ഒരു കൂട്ടർ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നസർ അഹമ്മദ് അബൂ സൈദിനെയൊക്കെ പോലെയുള്ള ഒരുപാട് ആളുകളെ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റൂ. അങ്ങനത്തെ ആൾക്കാർ ഇസ്ലാം ജാമിദാണ്, ഇസ്ലാമിൽ പുതിയ കാര്യങ്ങളെ അഡ്രസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞത് ഒരു എക്സ്ട്രീം വേർഷൻ ഇപ്പുറത്തും ഒരു എക്സ്ട്രീം വേർഷൻ ഇപ്പുറത്തും. നേരെ മറിച്ച് നമ്മൾ ഉമ്മത്തം വസത്തയാണ് എന്ന് സരളമായ ദീനിൻ പാത പിന്തുടരണം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പാടുമ്പോ ഒരു മധ്യമ നിലപാട് നമുക്ക് എല്ലാ കാര്യത്തിലും ഉള്ളതുപോലെ ഇതിലും ആവശ്യമുണ്ട്. തെറിച്ചു പറയാതെ നമ്മൾ ഒന്നും കണ്ണ് തുറക്കാതെ നിൽക്കുന്നതിന് പകരം കണ്ണ് തുറന്ന് സമൂഹത്തെ വീക്ഷിച്ച് സമൂഹത്തിന് ആവശ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു ടീമായി ഇവിടെയുള്ള കേരളത്തിലെ പണ്ഡിതന്മാർ മാറേണ്ടതുണ്ട്. മുമ്പ് 2 സെഷൻ നടന്നു. ആ 2 സെഷനുകളിലും വന്ന ചർച്ചയിൽ ഒരു പ്രധാനം, കേരളം പല കാര്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ആ സമ്പന്നമായ കേരളത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കും ഒരു മാതൃക കാണിക്കേണ്ടതുണ്ട് എന്ന് ഡോക്ടർ സൈഫ് അഹമ്മദ് സാഹിബ് പറഞ്ഞത് അതാണ്. നമുക്ക് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിനോടൊക്കെ പറയാനുള്ളത് ഈ ദിശയിലും നമുക്ക് ചിലത് ചെയ്യാനുണ്ട്. നമ്മളുടെ പൂർവ്വപിതാക്കൾ മദ്രസകൾ സ്ഥാപിച്ചു, നമ്മളുടെ പൂർവ്വപിതാക്കൾ പള്ളികൾ സ്ഥാപിച്ചു. ആ പള്ളികളും മദ്രസകളും സ്ഥാപിച്ച് അവിടെയൊക്കെ നിസ്കരിക്കാനും മറ്റുമൊക്കെ വരേണ്ടത് വിശ്വാസികളാണ്. ആ വിശ്വാസികൾ വരാൻ അവർക്ക് ഈ മതം നമ്മളെ കൂടി അഡ്രസ് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യമാകണം. അവർക്ക് ഇസ്ലാം എന്ന് പറയുന്നത് ജീവിതഗന്ധിയാണ് എന്ന് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെടാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് നാം ഏർപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഇന്നും നാളെയുമായി നടക്കുന്നത് അങ്ങനെയുള്ള വളരെ സജീവമായ സമഗ്രമായ ചർച്ചകളാണ്. ഈ ചർച്ചകളിൽ സമൂഹത്തിന്റെ ശ്രദ്ധ പതിയാത്ത ചില ഏരിയകളിൽ ചിലപ്പോ ചില അധിക വർത്തമാനങ്ങൾ പറഞ്ഞേക്കാം. ആ അധിക വർത്തമാനങ്ങൾ ചിലപ്പോ മനസ്സ് തട്ടിയായിരിക്കും, ചിലപ്പോ മനസ്സ് തട്ടാതെയായിരിക്കും. ഉണർന്നിരിക്കുന്ന ഉമ്മത്തിന് തലയിൽ വെള്ളം ഒഴിച്ച് ഉറക്കം നശിപ്പിക്കുക എന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ, ചിലപ്പോ അത് സ്വീകരിച്ചേക്കാം. ഉറങ്ങുന്ന ഒരു ടീമാണ് എന്ന് നമ്മൾ കണക്കൂട്ടിയാൽ മതി. അപ്പൊ നമ്മൾ ചിലപ്പോ ചില അതിവാദങ്ങൾ ഇവിടെ പറഞ്ഞേക്കാം, ചിലപ്പോ നല്ല മർമ്മമറിഞ്ഞ വാദങ്ങൾ ഇവിടെ പറഞ്ഞേക്കാം. ആ വാദങ്ങളൊക്കെ ഒരു അന്വേഷണപരമായാണ്, ഗവേഷണപരമായാണ്, തീർപ്പല്ല എന്നുള്ളത് സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി പറയാണ്, അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ പണ്ഡിതരുടെ ചർച്ച, നമ്മളെ ഗവേഷക വിദ്യാർത്ഥികളുടെ ചർച്ച, അതൊക്കെ ചില പുതിയ ഏരിയകളിലേക്ക്, പുതിയ ചില ഫീൽഡുകളിലേക്ക്, അല്ലെങ്കിൽ വിഷയത്തിന്റെ ചില വ്യത്യസ്ത ആംഗിളുകളിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ പോകണം. അങ്ങനെ ആയാൽ മാത്രമേ ഈ ചർച്ച സമ്പന്നമാവുകയുള്ളൂ. അങ്ങനെ വീണ്ടും നമ്മൾ കൂട്ടിക്കിഴിച്ച് സമഗ്രമായി സകല തലങ്ങളും സ്പർശിച്ച് സർവതല സ്പർശിയായ ഒരു കാര്യമായി ഇവിടെ നിന്ന് മാറുമ്പോൾ നാളെ വീണ്ടും നമ്മൾ ഈ വർഷമോ അടുത്ത വർഷമോ നമ്മൾ വീണ്ടും ഒരു ചർച്ച നടത്തുമ്പോൾ നമുക്ക് വീണ്ടും ഒരു തീർപ്പ് പറയാനാവും. ഫിഖ്ഹിന്റെ മസല എന്ന് പറയുന്നത് ഒറ്റൊരു സിറ്റിംഗ് കൊണ്ട് തീർപ്പ് പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ളതല്ലല്ലോ. ഈ ദിശയിലുള്ള പ്രവർത്തനങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. മജാമിഉൽ ഫിഖ്ഹിയ്യ ഇസ്ലാമിയ എന്ന് പറയുന്നത് റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിയുടെ കീഴിൽ ജിദ്ദ ആസ്ഥാനമായി നടക്കുന്നുണ്ട്, കുവൈത്തിൽ നടക്കുന്നുണ്ട്, ഇന്ത്യയിൽ തന്നെ ഉണ്ട്. പഴയ ഈജിപ്ഷ്യൻ മുഫ്തിയായ ഡോക്ടർ അലി ജുമ ഇതിനു മുമ്പ് അൽ അസ്ഹർ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ അതിൽ ഉണ്ടായിരുന്നു. അന്ന് വളരെ ആവേശത്തോടു കൂടി, അഭിമാനബോധത്തോടു കൂടി ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞത്, ഇന്ത്യയിൽ നിന്നുള്ള മജാമിഉൽ ഫിഖ്ഹിയ്യയിൽ ഞാൻ മെമ്പറാണ്, ഇന്ത്യയിലുള്ള മജാമിഉൽ ഫിഖ്ഹിയ്യയിൽ ഞാൻ മെമ്പറാണ് എന്ന്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഇത് വേണം എന്നുള്ളതിന്റെ തെളിവെന്താണ്? ലോകത്തെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അറബി ഭാഷയിലുള്ള ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ചാനലാണ് അൽ ജസീറ ചാനൽ. അൽ ജസീറ ചാനലിൽ ഫിഖ്ഹുൽ മുആമലാത്തിന് ഒരു ആഴ്ചയിൽ ഒരു നിശ്ചിത സമയമുണ്ട്. അശ്ശരിയ വൽ ഹയാത്ത് എന്ന് പറയുന്ന ആഴ്ചയിലെ ഒരു പ്രോഗ്രാമിന് പുറമെ
ഫിഖ്ഹുൽ മുആമലാത്ത് ചർച്ച ചെയ്യുന്ന അലി അൽ ഖർദാഗിയെ പോലെയുള്ള വളരെ പ്രസിദ്ധരായ പണ്ഡിതന്മാർ അതിൽ സ്ഥിരം പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ലോകത്ത് ഇത് ശ്രദ്ധിക്കുന്ന, ഇതിനോട് താല്പര്യമുള്ള, ഇതിലൊക്കെ തീർപ്പ് വേണമെന്ന് പറയുന്ന, ഇസ്ലാം എല്ലാ കാലത്തേക്കും മതിയായതാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അങ്ങനെ ആഗ്രഹിച്ചെത്തിയവരാണ് നിങ്ങളെല്ലാവരും. ഈ ദിശയിൽ കാര്യമായ പഠനം നടത്തണം എന്ന് ആഗ്രഹിച്ച് എത്തിയവരാണ് നിങ്ങളെല്ലാവരും. ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. ഇവിടെ സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക്, ഇവിടെ സന്നിഹിതരായ അന്വേഷക വിദ്യാർത്ഥികൾക്ക്, ഇവിടെ സന്നിഹിതരായ ശ്രോതാക്കൾക്ക് സ്റ്റേജിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മളുടെ നോട്ടീസിൽ പേരുള്ള വളരെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാളിക വാഫി ക്യാമ്പസ് ശരിയ ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഫിഖ് കോൺഫറൻസിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം CIC അക്കാദമിക് കൗൺസിൽ ചെയർമാൻ കൂടിയായ കേരളീയ മുസ്ലിം യുവതയുടെ നായകൻ പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വഇത്രതിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. The most respected, the chairman of this session, Dr. Jalil Wafi Al-Azhari, the General Secretary of CIC, Professor Abdul Hakim Faizi, our guest, H. Abdul Rakib Sahab, the General Secretary, Indian Center for Islamic Finance, and convener for National Committee of Islamic Banking, Professor Dr. Shariq Nizar, ex-visiting fellow, Harvard Law School, adjunct lecturer, University of Luxembourg, Saif Ahmad, the founder of Zamzam Capital, SEBI registered research analyst, Mangalore, Dr. Ayub Wafi, Dr. Yusuf Hussain Al-Hazari, Dr. Muhammad Ali Wafi, Hutti Faisi, Mainuddin Baqawi, Kunyamu Faisi, M.K. Abdullah Faisi, Muhammad Noor Faisi, Abdur Rahman Faizi, and Rafiq Wafi, and all other scholars, students, and my dear friends. When I came to know that the Kaligha Wafi campus is organizing a fiqh conference specialized in Islamic finance and banking, I insisted the organizers to invite the most respected Rakib Saab, because I started seeing him long back. I think more than 10 years back we met in Cochin, a seminar organized by one of the organizers, and from that moment till now we are in touch, and he is living in Islamic finance. In every walks of his life he talks about the Islamic finance and opportunities, and he runs every day, here and there. When I invited him, he was supposed to leave for Jaipur, and he came here just for one day, and he always had been communicating with us to express his interest in implementing the Islamic finance and Sharia compliance in our system, to regulate the mechanism in our financial system. And
lot of information we have got from him from his speech. Also, he is doing a lot of research, and he was always motivating us. And he had taken a lead to implement a lot of alternative financial institutions around the nation, around the country. And also, I acknowledge the presence of Dr. Sharik Nizar, one of my good friend, and he is also a good friend of my classmate Dr. Imad, who studied in International Islamic University, Malaysia. So Sharik also had come to Panakkad once, and we had a long discussion, and also happy to see him. And I understood that he had made a remarkable speech here. So thank you all of you, Dr. Sharik and Rakif Saab and all other dignitaries, guests who have come there, Saif Saab and other dignitaries. As it is clearly described and illustrated the importance of this conference, it is an inevitable area that we should not neglect. Islam is for the well-being of every human being. Quran is the guidance for the mankind. And it is mentioned here, it is not only to the community which it was revealed, but it is for the whole world, the whole community, those who are going to live till the day of judgment. And Islam never put you in trouble. It always make things easy to every believer. And in fiqh, in jurisprudence perspective, when we look at, we have lot of fiqh, like we have mentioned here, fiqh ibadat, muamalat, so on. When we look at the ibadat, Allah had made farl ain for everybody to pray 5 times a day. It is mandatory. We cannot neglect or avoid. If you are sick, you may perform as you can. If you cannot stand, you can sit. If you cannot sit, you can lay down. If you cannot move your body, you can do it with your eyes, at least with your heart. So there is no excuse in our farl. So this is the ibadat, that it is the way of reaching to Allah subhanahu wa ta'ala. Our goal is to reach Allah subhanahu wa ta'ala, and ibadat are the ways, the channel to reach to that extent. So Allah has made Islam flexible to the comfort of human being. There we have, it is mentioned early, like Jalil Wafi told, we are not only limited to do the ibadah. Islam does not limit to perform our ibadah and finish our Islam. No. It is a way of life. നമ്മുടെ ജീവിതഗന്ധിയാണ് എന്നാണ് ജലീൽ വാഫിയുടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ സകല വ്യവഹാരങ്ങളും ഇസ്ലാം നമ്മോട് അഭിസംബോധന ചെയ്യുന്നുണ്ട്.
നമ്മൾ വളർന്ന് മരിക്കുന്നത് വരെയുള്ള ഓരോ സമയത്തും നമ്മൾ ഇടപെടേണ്ട മേഖലകളെക്കുറിച്ചും നമ്മൾ ഇടപെടേണ്ട മൂല്യങ്ങളെക്കുറിച്ചും നമ്മൾ പാലിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ചും മര്യാദകളെക്കുറിച്ചും നമ്മൾ എന്ത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അവിടെയൊക്കെ നമുക്ക് ഇസ്ലാം അതിൻ്റെതായ മൂല്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നിയമങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അധികാരങ്ങൾ ഭരണം നടത്തുമ്പോഴും കുടുംബത്തെ പോറ്റുമ്പോഴും മറ്റുള്ള സംസാരിക്കുമ്പോഴും എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഡിസിപ്ലിൻ്റെ ഭാഗമാണ് വ്യവഹാരങ്ങൾ. പ്രത്യേകിച്ച് ഫിഖ് എന്ന് പറയുന്നത് ഒരു വലിയ ലോകമാണ്. ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖല ഒന്ന് ഫിഖ് തന്നെയാണ്. ആ ഫിഖിൽ 4 വലിയ പണ്ഡിതന്മാർ വലിയ രീതിയിലുള്ള ദർശനങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അയിമത്തുൽ അർബ എന്ന് പറയുന്ന ആ ഒരു വലിയ പണ്ഡിത വ്യൂഹം നമുക്ക് ഇസ്ലാമിൻ്റെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് നിയമാനുസൃതമായി ഇവിടെ ജീവിക്കേണ്ടതെന്നും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇവിടെ കരുതേണ്ട കരുതലിനെ കുറിച്ചും ഖുർആനും സുന്നത്തും ഇസ്ബാത്തും എല്ലാം അടക്കം ഇജ്മാ അടക്കമുള്ള ഏത് കാര്യങ്ങളാണോ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ആ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഇവിടെ അവർ പാകപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പം ഇസ്ലാം ഒരിക്കലും പഴഞ്ചനല്ല, അത് ഏറ്റവും പുതുമയോടുകൂടി ഇവിടെ നിലനിൽക്കുന്ന ഒന്നാണ്. കാലം അതിൻ്റെ വേഗതയിൽ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും ഇവിടെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ കടന്നു വരുമ്പോൾ നമുക്കറിയാം, നമ്മളിവിടെ ജീവിച്ചത് മനുഷ്യൻ ഇവിടെ പെറ്റ് മനുഷ്യൻ്റെ പ്രാരംഭം ആവിർഭാവം ആ കാലഘട്ടം മുതൽ ഇവിടെ ആ മനുഷ്യൻ ഇടപെട്ടുകൊണ്ടിരുന്ന മേഖലകൾ ശിലായുഗം മുതൽ കാർഷിക യുഗവും ഇൻഡസ്ട്രിയൽ യുഗവും ഇൻഫർമേഷനും ഏജ് കഴിഞ്ഞ് ഇപ്പോൾ 4th ഇൻഡസ്ട്രിയലും റെവല്യൂഷൻ കഴിഞ്ഞ് ഇപ്പോൾ 6th വേവിലാണ് നാം നിൽക്കുന്നത്. ഇവിടെ AI-യും റോബോട്ടിക്സും അതുപോലെ ഓഗ്മെന്റ് റിയാലിറ്റി അടക്കമുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണ്. അവിടെ എന്നാലും ഇസ്ലാമിൻ്റെ നിയമം നമ്മൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം ചെയ്ത് ജീവിച്ച ഒരു പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ റളിയല്ലാഹു തആല അൻഹ അവർ കച്ചവടക്കാരിയായിരുന്നു. അവരുടെ വിശ്വസ്തത കണ്ടുകൊണ്ട് ട്രസ്റ്റ് വർത്തിയായ ഒരാളെ കച്ചവടം ഏൽപ്പിക്കുകയും അത് സുന്ദരമായി നടത്തുകയും അവർക്ക് ലാഭം കൊയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഏറ്റവും നല്ല സമ്പന്നനായിരുന്നു. അവിടെ വർത്ത് നോക്കുമ്പോൾ ബില്യൺസിൻ്റെ വർത്താണ് ഇവിടെ ലോകത്തുള്ളത്. ഇപ്പോഴും നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ എത്രയോ ബില്യണാണ് അതിൻ്റെ വർത്ത്. അപ്പം അങ്ങനെ അവർ അപ്പം ഇസ്ലാം ഒരിക്കലും കച്ചവടം ചെയ്യുന്നതിനോ സമ്പത്ത് ഉണ്ടാക്കുന്നതിലോ ഒരിക്കലും തടസ്സം നിന്നിട്ടില്ല. പക്ഷെ അതിൻ്റെതായ നിയമാനുസൃതമായ രീതിയിലാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള നിയമം നമ്മുടെ മുമ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം അവിടെയാണ് ആ കാലത്തില്ലാത്ത പുതിയ നിയമങ്ങൾ ഇപ്പോൾ വരുന്നു. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇൻകം ടാക്സ്, ED, ഇതൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സ്, ഇൻകം ടാക്സ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് പണമുണ്ടാക്കുന്നത് എന്ന് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സർവൈലൻസിലാണ് നമ്മളൊക്കെ. അപ്പോൾ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നു. നമ്മൾ അള്ളാഹുലും റസൂലും വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. ആ നിയമങ്ങൾ ഒരു പക്ഷേ നമ്മൾ അനുസരിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബാങ്കുമായി നമ്മൾ ബന്ധപ്പെടേണ്ടി വരും. അപ്പോൾ രഘുറാം രമേശിനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. രഘുറാം അദ്ദേഹം RBI ഗവർണറായ സമയത്ത് ഇസ്ലാമിക് ഫൈനാൻസിനെ കുറിച്ച്, ബാങ്കിങ്ങിനെ കുറിച്ചുള്ള പ്രപ്പോസൽ അദ്ദേഹം വെച്ചിരുന്നു. കാരണം ഇന്ത്യയിലെ വലിയ വിഭാഗം ആളുകൾ
ഇപ്പോഴും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ്. അവരെ സാമ്പത്തികമായി മെച്ചപ്പെടുത്താൻ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് പണം ഉണ്ടാക്കണമെങ്കിൽ കടം വാങ്ങേണ്ടി വരും. കടം വാങ്ങുമ്പോൾ സ്വാഭാവികം ബാങ്കിൽ നിന്ന് വാങ്ങുമ്പോൾ പലിശ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ലാഭങ്ങൾ കൊടുക്കേണ്ടി വരും. ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ബാങ്ക്. അല്ലെങ്കിൽ അവർ ബ്ലേഡുകാരടുത്ത് പോവുക, ഇത്തരം ചിട്ടി ഫണ്ടുകൾ നൽകുന്ന ആളുകൾ അവരുടെ അടുത്ത് പോകും. അങ്ങനെ അവിടെ ജീവിതം ആകെ ദുരിതത്തിലാവുന്ന രീതിയിലാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞൊരിതുണ്ട്, certain faith does not allow them to participate in bank procedures. ചിലരുടെ വിശ്വാസങ്ങൾ അവരുടെ ഈ ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില വിശ്വാസങ്ങൾ അവരെ തടുത്തു നിർത്തുന്നു. കാരണം അവർ പലിശയെ പേടിക്കുന്നു. അതുകൊണ്ട് ഒരു ആൾട്ടർനേറ്റീവ് സംവിധാനം ഉണ്ടാവണം എന്നുള്ള രീതിയിലുള്ള പ്രപ്പോസലുകൾ RBI പോലുള്ള അന്നത്തെ ഗവർണറായിരുന്ന രഘുറാം അദ്ദേഹം വെച്ചിരുന്നു. പക്ഷെ അത് ഇന്ത്യയിൽ ഭരണകൂടം അത് റിജക്റ്റ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ റെഗുലേഷൻ ഇല്ലാതെ, വിത്തൗട്ട് റെഗുലേഷൻ, അതാണ് ഷാരിഖ് വാസ് ടെല്ലിംഗ് മീ, വിത്തൗട്ട് റെഗുലേഷൻ വി കനോട്ട് ഇംപ്ലിമെന്റ് എവറിത്തിങ് വാട്ട് വി പ്ലാൻ. അപ്പോൾ അവിടെ ഇപ്പോൾ നേരത്തെ ഇൻ കേരള വി ഹാവ് ചെയർമാൻ financial institution, also Rakib Sahib was involved. Gulfar Mohammadi was the founder. അപ്പോൾ അതിലൊക്കെ അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ ലോക്കലായ മേഖലയിൽ രാജ്യത്തിൻ്റെ അനുമതി കിട്ടാത്തടത്ത കാലം നമുക്കത് നേരിട്ട് റെഗുലേറ്റ് ചെയ്യാത്ത കാലത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ എന്നാലും ചില ഇപ്പം മൈക്രോ ഫൈനാൻസിങ് എന്ന രീതിയിൽ നമ്മുടെ ഒരുപാട് ഗ്രാമങ്ങളിൽ പലിശരഹിത ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നമുക്ക് നടത്താൻ സാധിക്കുന്നുണ്ട്. ഒരു 10 ലക്ഷം രൂപ മുടക്കുക, അതിലാളുകൾ കടം ചോദിക്കുമ്പോൾ കൊടുക്കുക, തിരിച്ച് സമയത്ത് കൊടുക്കുക, അതിനുള്ള നിബന്ധനകളൊക്കെ വെച്ചുകൊണ്ട് പലിശ ഒട്ടും എടുക്കാതെ ആളുകളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം. പക്ഷേ ഈ സംവിധാനം ലോകത്തിൻ്റെ ഏകദേശം 40 രാജ്യങ്ങളിൽ നടപ്പിൽ വരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ജർമ്മനി അതിൻ്റെ എക്കണോമിക്കിൻ്റെ വലിയൊരു ഭാഗം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി മാറുന്നവരുടെ 30% ആളുകൾ ഈ ശരിയ കംപ്ലൈൻസ് ഉപയോഗിക്കുന്നവരാണ്. നേരത്തെ മലേഷ്യയിൽ സൂചിപ്പിച്ചു, അതിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ചൈനീസാണ്. ലണ്ടൻ, UK യിലുണ്ട്, ഇറ്റലിയിലുണ്ട്, ഫ്രാൻസ് പോലുള്ള എല്ലാ രാജ്യങ്ങളിലും. അവിടെ ഒരുപക്ഷെ പേര് ഇസ്ലാമിക് ബാങ്ക് എന്ന് അവർക്ക് കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ അവർ മറ്റൊരു പേര്, ഇപ്പോൾ ആൾട്ടർനേറ്റീവ് ബാങ്ക് നേരത്തെ പറഞ്ഞതുപോലെ ശരിയ കംപ്ലൈൻസ് എന്ന പേരിലുള്ള ഇവിടെയൊക്കെ നടപ്പിൽ, ഈവൻ US പോലും നടപ്പിൽ വരുത്തുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഉത്തമ സമൂഹമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് അങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. ഇന്ന് ഫിനാൻസ് ഏറ്റവും വലിയൊരു ഘടകമായി മണി മാറ്റേഴ്സ്. അപ്പോൾ ആ പണം നമ്മൾ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത്, അത് ഉണ്ടാക്കാനുള്ള ഒരുപാട് ഓൺട്രപ്രണർഷിപ്പുകൾ വളർന്നു വരുന്നുണ്ട്. ചെറിയ ചെറിയ കുട്ടികൾ ഇന്ന് ഐഡിയകൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വലിയ വലിയ രീതിയിൽ. ഇപ്പോൾ നേരത്തെ ഇൻക്യുബേഷൻ സെൻറ്ററിനെ കുറിച്ച് നമ്മുടെ റക്കീബ് സാഹിബ് വാസ് ടെല്ലിംഗ് അബൌട്ട് ദി ഇൻക്യുബേഷൻ സെൻറ്റർ ഇൻ ചെന്നൈ, ക്രിസൻസ് കോളേജ്. അങ്ങനെ അവിടെയുള്ള സംവിധാനങ്ങൾ അവരെ എങ്ങനെയാണ് ഈ രീതിയിൽ വളർത്താൻ നമുക്ക് അനുവദിക്കപ്പെട്ട രീതിയിൽ നമുക്ക് ഫിനാൻസ് കണ്ടെത്തി ഫണ്ട് റൈസ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് നടത്താൻ നമുക്ക് സാധിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള കാഴ്ചപ്പാടുകളാണ് നമുക്ക് ഇനി വേണ്ടത്. അപ്പം അവിടെയാണ് ഇന്ന് നമ്മൾ ഫിഖ് പഠിക്കുന്ന നമ്മുടെ ശരിയ വിദ്യാർത്ഥികൾ കേവലം പണ്ഡിതരായി അവർ കേവലം ഇസ്ലാമിക മത മഹലുകളിലും അതുപോലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്ന അപ്പുറത്തേക്ക് മാറ്റി ചിന്തിച്ചുകൊണ്ട് ഈ അതാത് വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാം അനുവദിക്കപ്പെട്ട ഇസ്ലാമിക പ്രത്യയശാസ്ത്രം, ഐഡിയോളജി ഓഫ് ഇസ്ലാം, ആ ഇസ്ലാമിൻ്റെ ഐഡിയോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉയരാൻ സാധിക്കുന്ന രീതിയിലുള്ള
ചർച്ചകൾ ഇട്ടുകൊടുക്കുക എന്നുള്ളത് വരും തലമുറയിലെ നമ്മുടെ കുട്ടികൾക്ക് വളരാനുള്ള ഒരു ധൈര്യത്തോടു കൂടി വളരാൻ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് സംശയിക്കുമ്പോൾ ആ സംശയം നിവാരണം ചെയ്തുകൊണ്ട് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതാണ് ഇവിടെ ശരിയ ഡിപ്പാർട്ട്മെന്റ് ഇത്തരമൊരു ചർച്ച മുന്നേ കൊണ്ടുവന്നുകൊണ്ട് ഇത്രയധികം സ്കോളേഴ്സിനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ചർച്ച നടത്തുമ്പോൾ തീർച്ചയായും അതിലൂടെ ഒരു വലിയ മാറ്റം നമ്മുടെ സാമ്പത്തികമായ ഭദ്രത ഉറപ്പുവരുത്താനും നമുക്ക് അനുവദീയമായ ഹലാലായ രീതിയിൽ നമുക്ക് സമ്പാദിക്കാനും അതിലൂടെ നമുക്ക് വളർച്ച ഉണ്ടാവാനൊക്കെയുള്ള നമുക്ക് മറ്റുള്ള ഒരുപാട് സഹായിക്കാൻ സാധിക്കും. യു ക്യാൻ ഗീവ് എംപ്ലോയ്മെൻറ്റ് ടു ലോട്ട് ഓഫ് പീപ്പിൾ, യു ക്യാൻ ഫീഡ് ദം, യു ക്യാൻ ഡു ലോട്ട് ഓഫ് ചാരിറ്റി. ഇപ്പോൾ പലരും അസീം പ്രേംജി പോലുള്ള അവരൊക്കെ ഇത്തരം ഐഡിയകൾ കൊണ്ടുവന്ന് അവരുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ വളർന്നപ്പോൾ അല്ലെങ്കിൽ കമ്പനി വളർന്നപ്പോൾ ഒരു ഭാഗം അവർ മാറ്റിവെക്കുന്നു. ഇപ്പോൾ സക്കാത്ത് നിർബന്ധമായും 2.5% കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ നിർബന്ധമായ ഒന്നാണ്. പല ബിസിനസ് ഇപ്പോൾ ID മുസ്തഫയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരിക്കലും ബാങ്കിൽ നിന്നും ലോൺ എടുക്കാതെയാണ്, എന്ത് വന്നാലും ലോൺ എടുക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയോട് കൂടി ലോൺ എടുക്കാതെ ബിസിനസ് ചെയ്ത് വിജയിച്ച് കാണിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ ഇസ്ലാമിക് ഫിനാൻസ്, അപ്പോൾ കാറ് നമ്മൾ വാങ്ങുമ്പോൾ നമ്മളിപ്പോൾ കാർ ഒറ്റയടിക്ക് നമ്മൾ ക്യാഷ് കൊടുത്ത് കാറ് വാങ്ങിയാൽ ഇപ്പോൾ പിറ്റേ ദിവസം ഇടി വരും. കാരണം എവിടെ നിന്നാണ് ഈ പൈസ മുഴുവൻ കിട്ടി, ക്യാഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒക്കെ ട്രാൻസാക്ഷനാണ്. ആ ട്രാൻസാക്ഷൻ സോഴ്സ് കാണിക്കണം. അപ്പോൾ അതിന് ചിലപ്പം ലോണ് ചിലപ്പോൾ കാണിക്കേണ്ടി വരും. ആ ലോണ് ചിലപ്പം ഇസ്ലാമിക് ബാങ്കിങ്ങിലൂടെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ, ഇപ്പോൾ നമ്മളൊരു കാറ് വാങ്ങി അത് രണ്ടാമതാൾക്ക് വിൽക്കുന്നു. നമ്മൾ വാങ്ങുന്ന സ്ഥാപനം മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ അതിൽ ലാഭം സാധാരണ എടുക്കാവുന്നതാണ്. അപ്പം അത്തരം രീതിയിലുള്ള നിയത്തുകളും അത്തരം രീതിയിലുള്ള നിയമങ്ങളൊക്കെ ഇസ്ലാം അതിൻ്റെതായ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം കോൺഫറൻസിലൂടെയൊക്കെ ലക്ഷ്യം വിടുന്നത്. ഏതായാലും ഞങ്ങൾക്കുള്ള സംസാരിക്കുന്ന ഒരുപാട് പേപ്പർ പ്രസൻറ്റേഷനൊക്കെ ഉണ്ട്. ഒക്കെ നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റീവായി ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും. CIC General Secretary Ustad Abdul Hakim Faizi Adarshiri അവர்கள். Ladies and gentlemen, we shall now proceed to the memento handover ceremony by Wafi Campus Kaligao to honor and appreciate our esteemed guests and distinguished speakers. We invite the dignitaries I humbly request our beloved teacher and the visionary of the Wafi system, Hakim Faizi Adarshiri, to kindly present the momentum to our respected Panakkad Sayyid Munawwar Ali Shihab Dangal. Munawwar Ali Dangal. And now, I request Sayyid Panakkad Munawwar Ali Dangal to kindly present the momentum to our respected speaker of today's session, Sharik Nizar. So kindly rise and accept this token of appreciation.
And now, I kindly request Sayyid Munawwar Ali Panakkad Tangal to kindly present the momentum to our respected guest of today's session, Rakib sir. Sir, kindly raise and accept this token of appreciation. In the presence of our beloved guests and dignitaries, now we are proceeding to take a brief moment for a logo reveal, presenting before you IFRA Business Solutions, your ethical partner. I request all the dignitaries and the beloved guests for the logo revealing session. CIC ജനറൽ സെക്രട്ടറി ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി മുഖ്യഭാഷണം നിർവഹിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل رسول الله وآله وصحبه وعترته ومن والاه وبعد. വളരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ضيوفنا الكرام، نرحب بكم ترحيبا حارا بهذا الحرم الجامعي، ونسأل الله لنا جميعا التوفيق والسداد. وبعد. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് പുളകജനകമാണ്. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം ജീവിതമാണ്. ജീവിതവുമായി ബന്ധപ്പെട്ട
ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇബാദത്തുകളുണ്ട്, നമസ്കാരവും മറ്റും. നമസ്കാരത്തിന് അതാണ് വലിയ ഇബാദത്ത്. ഒരു ദിവസം നമ്മൾ നിർബന്ധമായി മാറ്റിവെക്കേണ്ടത് ഏകദേശം 1/2 മണിക്കൂറാണ്. നോമ്പുണ്ട്, വർഷത്തിൽ ഒരിക്കൽ മാത്രം. സക്കാത്ത് കൊടുക്കണം, ഉള്ളവർ മാത്രം. ഉള്ളവർ ഇല്ലാത്തവർക്ക് നിർബന്ധ സക്കാത്ത് മാത്രം കൊടുത്താൽ പോരാ, ഇതിലപ്പുറവും ബാധ്യതകളുണ്ട്. ധനത്തിൽ ജീവിതമാണ് പ്രശ്നം. ഹജ്ജുണ്ട്, അത് ജീവിതത്തിൽ പറ്റുമെങ്കിൽ ഒരിക്കൽ മാത്രം. ദീൻ മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ കുറച്ച് ഇടപെടുന്നുള്ളൂ. നിസ്കാരത്തെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്നാണ്. ഫഹ്ശാഇ മുൻകർ എന്ന പദങ്ങൾ വലിയ അളവിൽ മനുഷ്യന്റെ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വ്യക്തി എന്ന നിലക്ക് അവശേഷിക്കുന്നത് ഖുശൂഅാണ്, ഭക്തിയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അപ്പോൾ മനുഷ്യൻ സാമൂഹിക ജീവിയായി നല്ലത് ശ്ലീലതകളുടെ അതിർവരമ്പുകൾ പാലിച്ച് അശ്ലീലതകളൊക്കെ ഒഴിവാക്കി സ്രഷ്ടാവായ അള്ളാഹുവിനെ ഭക്തിപൂർവം ഓർത്ത് ശാന്തമായിട്ട് ജീവിക്കുക. ഖുർആൻ ജീവിതകാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക വിക്രയങ്ങളെ സംബന്ധിച്ച് വളരെ കുറച്ചേ പറയുന്നുള്ളൂ. ഏതാനും ആയത്തുകൾ മാത്രം. ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് ചില ശാസനകൾ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയും പണം ഉണ്ടാക്കണം, ജീവിതം ആസ്വദിക്കണം എന്നതാണ് പുതിയ കാഴ്ചപ്പാട്. എങ്ങനെ സമ്പാദിച്ചു, എവിടെ ചെലവഴിക്കുന്നു എന്നത് പ്രധാനമാണ്. ഹദീസ് നിപ്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സമ്പാദിക്കുമ്പോൾ സമ്പാദനമാണല്ലോ ഒന്നാമത്തെ കാര്യം. എങ്ങനെയൊക്കെ ആവണമെന്ന് വളരെ കുറച്ച് സംസാരിച്ച സമയത്തൊക്കെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. പലിശയെ അള്ളാഹു ഇല്ലായ്മ ചെയ്യും, സദഖയെ വളർത്തും. ദാനധർമ്മമാണ് ചെയ്യേണ്ടത്, പലിശ ഉപേക്ഷിക്കേണ്ടതാണ്. വഇൻ തുബ്തും ഫലൗക്കും റൂഉസു അംവാലിക്കും. പലിശ വാങ്ങുക എന്ന തെറ്റ് ചെയ്താൽ അത് തിരുത്തണം. മൂലധനം കഴിച്ച് ബാക്കിയൊക്കെ, മൂലധനം നിങ്ങളുടേതാണ്, ബാക്കി ഒഴിവാക്കണം. ഈ പലിശയെ പറ്റി ഖുർആൻ പറഞ്ഞത് ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ എന്നാണ്. നിങ്ങൾ പരസ്പരം ധനം കൊടുക്കുന്നത് വാങ്ങുന്നത് സാധുവായ രീതിയിലായിരിക്കണം. ബാത്തിൽ അസാധുവായ രീതിശാസ്ത്രങ്ങൾ പാടില്ല എന്നാണ്. മറ്റൊരിടത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് പരസ്പരം തൃപ്തിയോടെ ആയിരിക്കണം ക്രയവിക്രയങ്ങൾ എന്നാണ്. ലാ തഅ്കുലു സാധുവാണ് ഈ കൊടുക്കൽ, ഈ വാങ്ങൽ എന്ന് ഉറപ്പുവരുത്തി മാത്രമാണ് അത് ചെയ്യേണ്ടത്. മറ്റൊരിടത്ത് പരിശുദ്ധ ഖുർആൻ
അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന് പറഞ്ഞിട്ടുണ്ട്. കച്ചവടം പറ്റും, പലിശ പറ്റില്ല. ലിതഅകുലു അംവാലന്നാസി ബിൽ ബാത്തിൽ എന്ന് മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. ആളുകളുടെ ധനം ചൂഷണം ചെയ്യുന്നത് സാധുവായ പരസ്പരം സ്വീകാര്യമായ നിയമങ്ങളും രീതികളും അനുസരിച്ചായിരിക്കണം. ഏകദേശം എത്രയൊക്കെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ രീതികൾ, ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് നേരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അതൊക്കെ സ്വാംശീകരിച്ച് പരിശുദ്ധ ഫിഖ് പരമാവധി നമുക്ക് പല തരത്തിലും വികസിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ക്രയവിക്രയങ്ങളുടെ രീതികൾ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ രീതികളൊക്കെ അവയുടെ നിദാനങ്ങൾ സഹിതമാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ചില ഉസൂലുണ്ട്. ആ ഉസൂല് ഇത് ഡൈനാമിക് ആയിട്ട് എല്ലാ സമയത്തും മനുഷ്യന്റെ ബുദ്ധിപരമായ വികാസം അത് ഏറെ ഏശിക സാമ്പത്തിക രംഗത്താണ്. ആ വികാസത്തിനനുസരിച്ച് ബാത്തിൽ വരരുത്, പലിശ വരരുത് തുടങ്ങിയിട്ടുള്ള പ്രധാന കാര്യങ്ങൾ പരിപാലിച്ചുകൊണ്ട് മനുഷ്യന് ആശ്വാസത്തിൽ സമാധാനത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. അത്രയൊക്കെ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. പൊതുവെ ഭൂമിയിലുള്ള വിഭവങ്ങളൊക്കെ അള്ളാഹു മനുഷ്യർക്ക് പൊതുവായിട്ട് അനുഭവിക്കാൻ വേണ്ടിയാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഖലഖ ലക്കും മാഫിൽ അർളി ജമിഅൻ. ഈ ഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയാണ്. അതിന് ആ എല്ലാവരും കൂടി അത് അനുഭവിക്കുമ്പോൾ, കൊടുക്കുമ്പോൾ, വാങ്ങുമ്പോൾ ചില സാധുവായ രീതിശാസ്ത്രങ്ങൾ വേണം. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലിയത്തഖിദ ബഅദുകും ബഅദൻ സിഖ്രിയൻ. അതിലൊരു വിധേയപ്പെടൽ വരും. ഒരു മുതലാളി തൊഴിലാളി, ഒരു തൊഴിലാളി തൊഴിലുടമ എന്ന ഒരു രീതി വരും. ലിയത്തഖിദ ബഅദുകും ബഅദൻ സിഖ്രിയൻ. അപ്പോൾ മനുഷ്യനെ ആശ്രയിച്ച് പരസ്പരം ധാരണയിൽ അക്ലു അംവാലിന്നാസി ബിൽ ബാത്തിൽ. ഇപ്പൊ കച്ചവടത്തിലാകുമ്പോൾ ഈ റഅ്സുൽ മാല്, മൂലധനം, അത് സംരക്ഷിക്കപ്പെടണം. സക്കാത്തിനെ പറ്റി തന്നെ പറയപ്പെടുന്നിടത്ത് കാണാം, ചില രീതികൾ സ്വീകരിച്ചാൽ സക്കാത്ത് മൂലധനത്തെ തിന്നുമെന്ന്. മൂലധനം അത് വികസനപരമായ പ്രക്രിയകൾക്ക് ഉപയോഗിച്ചില്ല എങ്കിൽ സക്കാത്ത് അതിനെ ഹനിച്ച് ഇല്ലാതെയാക്കുമെന്ന് പരിശുദ്ധ ഫിഖ് ചിലയിടത്ത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യൻ ശരിയായ വിധത്തിൽ ആരും ആരെയും ഒന്നാകെ വിഴുങ്ങാതെ, എന്നാൽ സിഹ്രിയാക്കിയിട്ട് അല്ലെങ്കിൽ പരസ്പരം വിധേയപ്പെട്ട് ജോലി ചെയ്ത് സഹായിച്ച് കൊടുത്ത് വാങ്ങി അങ്ങനെയൊക്കെ ശാന്തമായിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നതിന് ഒരിടത്തും എങ്ങനെയും പരിശുദ്ധ ഇസ്ലാം തടസ്സമല്ല. ഫിഖ് അത് പൂർണാർത്ഥത്തിൽ ഗ്രഹിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം തടസ്സമായിട്ട് നമുക്ക് തോന്നും. ഫഹ്മിനാണ് പ്രാധാന്യം. ഉമർ റളിയല്ലാഹു അൻഹു ഗവർണറുടെ ജോലി ഏൽപ്പിച്ചിട്ട് പറഞ്ഞയക്കുന്ന ആളെ മുആദ് എന്നവരെ മറ്റേ പറഞ്ഞയക്കുമ്പോൾ പറയുന്നുണ്ട്, അൽഫഹം, ഗ്രഹിക്കണം. ഫിഖ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗ്രഹിക്കുക എന്നാണ്. ഗ്രഹിക്കൽ വേറെയാണ്, ഏറ്റുപറച്ചിലും മനനം ചെയ്യലും വേറെയാണ്. ഫിഖ് എന്ന് പറയുന്ന കാര്യം തന്നെ അതിന് ഉപയോഗിച്ചിട്ടുള്ള പദം തന്നെ ഫഹ്ം എന്നാണ്, അല്ലെങ്കിൽ ഫിഖ് എന്നാണ്.
മനുഷ്യൻ അത് ഗ്രഹിക്കാൻ പറ്റണം. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം അവിടെ എപ്പോഴും. ഹജ്ജ് വേളയിൽ ഒരു സ്ത്രീ നബിയോട് ചോദിച്ചു, ഉപ്പ മരിച്ചിരിക്കുന്നു, ഉപ്പയുടെ ഹജ്ജ് എനിക്ക് ഖളാ വീട്ടാമോ, പാപ്പാക്ക് വേണ്ടി എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറയാതെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്. നിന്റെ ഉപ്പ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ, കടമുണ്ടെങ്കിൽ അത് തീർക്കുമോ? സ്ത്രീ പറഞ്ഞു, തീർക്കും. എങ്കിൽ അള്ളാഹുവിന്റെ കടമയല്ലേ ആദ്യം തീർക്കേണ്ടത്. അപ്പൊ ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ നീങ്ങുമ്പോ, പിന്നെ ഈ ഇസ്ലാമില് ഐച്ഛികമായ കുറെ കാര്യങ്ങളുണ്ട്, കുറെ സുന്നത്തായ കാര്യങ്ങൾ. അത് നമ്മൾ സ്വന്തമായിട്ട് തെരഞ്ഞെടുത്ത് നമ്മുടെ ഒരു ഇച്ഛ അനുസരിച്ച് നമ്മൾ അനുഷ്ഠിക്കുന്നതാണ്. ഇസ്ലാമിന്റെ കോർ എന്ന് പറയുന്നത് ഇബാദത്തുകളെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. മുആമലാത്തിന്റെ കാര്യം എങ്ങനെയാണ്? അതില് ജീവിതത്തിന്റെ നൈരന്തര്യത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒന്നുമില്ല. ഇപ്പോ നമ്മൾ സാധാരണ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കാറുണ്ട്. ഇങ്ങനെ നിക്ഷേപിക്കപ്പെടുന്ന പണം പെരുക്കുമ്പോൾ കോടാനുകോടികൾ ഇങ്ങനെ നിശ്ചലമായിട്ട് ബാങ്കുകളിൽ കിടക്കുന്നുണ്ട്. അതെന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ദീൻ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ അവയുടെ തനത് സോഴ്സുകൾ ചുകഞ്ഞന്വേഷിച്ച് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. നമ്മൾ അത് കണ്ടെത്തുന്നതിന് പകരം ഇസ്ലാം റിജിഡാണ് എന്ന് പറയുകയോ വരുത്തി തീർക്കുകയോ ചെയ്യുന്നത് അബദ്ധമാണ്. പരിഹാരങ്ങളുണ്ട്. ഇപ്പോ ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, അത് പലരുടെയും സംസാരത്തിൽ ഇവിടെ പറയപ്പെട്ടു. ഇൻഷുറൻസ് ഉദാഹരണം. ഇവിടുത്തെ പ്രധാന ആശുപത്രികളൊക്കെ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് കൈമാറപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല ചികിത്സ, സർക്കാർ സംവിധാനങ്ങൾക്ക് പരിമിതികളുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസ രംഗത്താവട്ടെ, ആരോഗ്യ രംഗത്താവട്ടെ. അപ്പൊ സ്വകാര്യ മേഖലയെ നമ്മൾ ആശ്രയിക്കാതെ പറ്റില്ല. അങ്ങനെ വരുമ്പോ ഇതൊക്കെ ബഹുരാഷ്ട്ര കുത്തകകൾ, കമ്പനികൾ കൈക്കലാക്കുമ്പോ പിന്നെ നമ്മൾ എങ്ങനെ അതിജീവിക്കും? ഇത് സംബന്ധിച്ച് നമ്മൾ വളരെ വ്യക്തമായ വിധിയും തീർപ്പും അന്വേഷിച്ചു നോക്കേണ്ടതാണ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇവിടെ പറയപ്പെട്ടതുപോലെ പഴയ ചില ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഒക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള തകാഫുൽ രീതിയാണ് അതിന്റെ അടിസ്ഥാനം എന്ന് വരുന്നു. ഈ തകാഫുൽ രീതിയിൽ ഈ ഇടപാട് രൂപത്തെ കാണുന്നതിന് പകരം ആ രീതിയിൽ വല്ല ആശ്വാസവും ആളുകൾക്ക് മുന്നോട്ട് പോകുന്നതിന് കൊടുക്കാൻ പറ്റുമോ എന്ന് കണ്ടെത്തുന്നതിന് പകരം വാതിലടക്കുന്ന രീതിയിൽ പണ്ഡിതന്റെ ധർമ്മം അതാണ്. പ്രമാണബദ്ധമായിട്ട് ആളുകൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക. ഒരിടത്ത് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, അത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതായിട്ട് ഒക്കെ കാണുന്നുണ്ട്. വഅമ്മൽ ഹദ്റു അല്ലെങ്കിൽ വഅമ്മൽ ഹറാമു വഅമ്മൽ തഹ്രീമു ഫയുഹ്സിനുഹു കുല്ലു വാഹിദിൻ. കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് പറ്റുകയില്ല, നിഷിദ്ധമാണ് എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. വേണ്ടത് അതല്ലല്ലോ. ഇതിപ്പോ നമ്മൾ ഈ സ്ഥാപനം നടത്തുന്ന സെമിനാറാണ്. എറണാകുളത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന വഫിയ ഫെസ്റ്റ് നടന്നപ്പോ ഇൻഷുറൻസ് സംബന്ധിച്ച് ചർച്ചയുണ്ടായിരുന്നു. വളരെ പണ്ഡിതോചിതമായി ആ വിഷയത്തില് ചില കണ്ടെത്തലുകൾ എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നടന്നു. ഇൻഷുറൻസ് പാടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പാടില്ല? ഫഹ്മിന് നമ്മൾ വളരെ പിശുക്കിലാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. പലിശയാണ്. പേടിച്ചു. എല്ലാവരും പറഞ്ഞു പലിശയാണല്ലോ, അതിന് പാടില്ല. പക്ഷെ പലിശ ആകുന്നത് എങ്ങനെ?
ഇൻഷുറൻസിൽ പലിശ എങ്ങനെയാണ് കടന്നു വരുന്നത്? പന്തയമാണ്. എങ്ങനെയാണ് ഇൻഷുറൻസിൽ പന്തയം കടന്നു വരുന്നത്? ഭാഗ്യ പരീക്ഷണമാണ്. അതെങ്ങനെ അതിൽ കടന്നു വരും? ആളെ പറ്റിക്കലാണ്. എവിടെ പറ്റിക്കൽ? ഇതൊക്കെ ചർച്ചാ വിഷയമായി. അങ്ങനെ വന്നപ്പോ ആശ്വാസത്തിന്റെ വഴിയാണ് കണ്ടെത്താൻ പറ്റിയത്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ സംസാരത്തിൽ കടക്കണില്ല. അതിന് ഇത് പിന്നെ മതിയായ സമയമല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഫിഖ് പഠിക്കുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ പറയപ്പെടുന്ന ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പന്തയമാണ്. എവിടെ പന്തയം? പന്തയത്തെ കുറിച്ച് വിശദമായി പഠിക്കണം. എന്നിട്ട് എല്ലാ ഘടകങ്ങളും പന്തയത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഘടകങ്ങൾ ഇതിൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ വഞ്ചനയാണ്. ഇപ്പൊ ഇൻഷുറൻസിൽ ഒരാൾ പണം നിക്ഷേപിക്കുന്നത്, കമ്പനിയുടെ അടുത്ത് പണം കൊടുക്കുന്നത് ലോട്ടറി എടുക്കുന്നത് പോലെയാണ്. എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്നല്ലല്ലോ. ലോട്ടറി നമ്മൾ വാങ്ങുമ്പോൾ, ടിക്കറ്റ് വാങ്ങുമ്പോൾ എത്ര കോടിയാണ് ഓഫർ ചെയ്യപ്പെടുന്നത്, അത് എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നേരെ മറിച്ച് ഇൻഷുറൻസിന്റെ പ്രീമിയം ഒരു കമ്പനിയിൽ അതിന്റെ തുക അടക്കുന്ന ഒരാള് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കിട്ടാൻ വേണ്ടി എങ്ങനെയെങ്കിലും എനിക്ക് രോഗം വരട്ടെ എന്ന് ആരെങ്കിലും ആഗ്രഹിക്കും. അപ്പൊ മനുഷ്യന്റെ വളരെ ലളിതമായ സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ അവന് മനസ്സിലാക്കാൻ പറ്റും അത് രണ്ടും വേർതിരിഞ്ഞുണ്ട്. ചുരുക്കത്തിൽ പലിശയുടെ കാര്യവും മറ്റു ഖിമാർ അല്ലെങ്കിൽ പന്തയത്തിന്റെ കാര്യമൊക്കെ അത് തന്നെ. അതൊക്കെ വിശകലനം നടക്കേണ്ടതാണ്. ലളിതമായി ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഭാഗം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇതൊക്കെ മറ്റൊരു പ്രശ്നമാണ് ഞാൻ പറയുന്നതിലൂടെ പിന്നെ പുറത്തു കൊണ്ടുവരാൻ വിചാരിക്കുന്നത്. അത് പറഞ്ഞ മതിയാക്കുകയാണ്. നമ്മൾ മുസ്ലിംകള് ഇപ്പൊ സെമിനാറിന് വരുന്നത്, സെമിനാർ സംഘടിപ്പിക്കുന്നത്, അത് വരാൻ വേണ്ടി വരുന്നു, സംഘടിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ മറികടന്നു പോകാനുള്ള മുഖലസായ അള്ളാഹുവേ എന്ന പ്രാർത്ഥനയോട് കൂടിയുള്ള ഒരു ശ്രമമായിട്ടാണ് നമ്മൾ ഇതിനൊക്കെ കാണേണ്ടത്. ഇവിടെ ഇപ്പോ ആരെങ്കിലും ഒരു അന്തിമ വിധി പ്രസ്താവിക്കുന്നുണ്ടോ ഇല്ലേ എന്നതിന്റെ അപ്പുറത്ത് തീവ്രമായ ഒരു അന്വേഷണം നടക്കൽ ആവശ്യമാണ്. ലോകത്ത് ഇപ്പൊ നമ്മളെ പോലെ പലിശയെ അകറ്റി നിർത്തുന്ന വ്യവസ്ഥിതിയാണ് കമ്മ്യൂണിസം. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ പറയുന്ന പലിശ വിപാടനം അത് പരിപാലിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. വലിയ രാജ്യങ്ങൾ പലരും അവരുടെ വലിയ ബാങ്കുകളിലൊക്കെ ഇസ്ലാമിക് ബാങ്കിങ് വിൻഡോകൾ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രായോഗികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പ്രായോഗികമായിട്ട് പിന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുന്നതിന് പകരം എല്ലാ വാതിലുകളും ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ അടച്ച് നമ്മൾ ഇങ്ങനെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകാടിസ്ഥാനത്തിൽ. ഇതിപ്പോ ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഒരു ചെറിയ പ്രദേശത്താണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തിബന്ധം ഉണ്ടെങ്കിൽ ഈ ബാങ്കുകളിലും മറ്റൊക്കെ ചെന്ന് അന്വേഷിച്ചാല് നമ്മുടെ പണം എത്രയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിശ്ചലമായി കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ രീതികൾ പരമാവധി ഫത്തഖുല്ലാഹ മസ്തതഅത്തുന്നാണല്ലോ, പരമാവധി പഴുതടച്ച് ഇസ്ലാമിന്റെ ഉസൂലുകളെയൊക്കെ പരിപാലിച്ച് തന്നെയാണ് നടത്തേണ്ടത്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു എന്ന് വന്നാൽ പിന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ സ്വയം ഇല്ലാതെയായി പോകുന്ന, നമുക്കൊന്നിനും പറ്റാതെയായി പോകുന്ന ഒരു ചുറ്റുപാട് അത് ശരിയല്ല. ഇനി ആ ഒരു തെറ്റിനെ നമ്മൾ ശരിയായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ ഇസ്ലാമിന്റെ പേരിൽ അധ്യാരോപണം നടത്തരുത്. ഇസ്ലാം അങ്ങനെ എന്താ പറയുക, എല്ലാ വാതിലും അടക്കുന്ന ഒരു മതമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ പള്ളി ദർസിൽ പണ്ട് ഇതൊക്കെ ഇപ്പോ ഇങ്ങനെ ഏതോ ഒരു പുതിയ സമയത്ത് ജീവിക്കുമ്പോൾ
ഉണ്ടാകുന്ന ബോധോദയങ്ങളൊന്നുമല്ല. പണ്ട് ചൊല്ലി പഠിച്ചിരുന്നാണ് കുട്ടിക്കാലത്ത്. വാലിമുൻ നുസിബ ഫിദ്ദുനിയ ലിയദ്ഫഅ അൻ ഖൽഖിൻ മളറത മാ ഫിദ്ദീനി മുഹ്തസിബ. തട്ടുതടവുകൾ തീർക്കുക എന്നുള്ളതാണ് അധ്യാപകന്റെ പണി, പണ്ഡിതന്റെ പണി. കൂടുതൽ തട്ടുതടവുകൾ ഈ പോകുന്ന വഴിയിൽ കുറെ കല്ലും മണ്ണും വന്നിരിക്കണല്ലോ, എന്നാ ഞാൻ എന്റെ ഭാഗ്യം കെടുക്കട്ടെ 4 കല്ല് അധികം. അതൊക്കെയാണ് പാണ്ഡിത്യത്തിന് ചേരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതൊക്കെ പണ്ട് തന്നെ മഹാന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി യുടെ ഏറ്റവും വലിയ രചന ഇഹ്യാ ഉലൂമുദ്ദീൻ, അതിൽ അറിവ് എന്ന കിതാബുൽ ഇൽം എന്ന് പറയുന്ന അധ്യായം ശാന്തമായിട്ട് ബാലസാഹിത്യം പോലത്തെ അറബിയാണ്. അറബി ചെറുതായിട്ട് അറിയുന്നവനത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് വായിച്ചാൽ ഒരുപാട് അസുഖങ്ങൾ മാറും. മുന്നോട്ട് പോകണം, ഉമ്മത്ത് മുന്നോട്ട് പോകണം. ഇവിടെ ഇപ്പൊ നിങ്ങൾ ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ള വിഷയത്തിനോട് ബന്ധപ്പെട്ട് ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്നാ അത് നടക്കണമെങ്കിൽ അതിന്റെ മാഹവര് വേറെ കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോ ഒരു സമൂഹത്തിന്റെ പോക്ക്, മുന്നോട്ടുള്ള യാത്ര, അത് ആരോഗ്യകരമായി തീരാൻ ഇപ്പൊ നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റി സംസാരിക്കുമ്പോൾ ആ രംഗത്ത്, സാമ്പത്തിക ശാസ്ത്ര രംഗത്തുള്ള പഴുതുകളൊക്കെ അടച്ചാൽ മാത്രം പോരാ. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മൾ പലതും ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചില കായികകൾ, ഉസൂൽ ഉപയോഗിച്ച് പഴുതുകൾ അടച്ച് അങ്ങനെ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ ഒരു അഭിമാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ഗമിക്കേണ്ടതുണ്ട്. വിഷയത്തിന്റെ ഉള്ളിൽ കടന്ന് ഒരുപാട് പറയാൻ ഈ സമയം പര്യാപ്തമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കണമില്ല. പണത്തെ പറ്റി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നിങ്ങൾക്കൊക്കെ അറിയാം. എല്ലാ പൂർവികരായ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന, ലവിസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർത് ലാ അഖദ്തു ഫുദൂല അംവാലിൽ അഗ്നിയ വവസ്സഅതുഹാ അലാ ഫുഖറാഇൽ മുസ്ലിമീൻ. ഭരണത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് ഒരുപാട് ഇരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭരണത്തിൽ ഇരുന്ന അത്രയും കാലം ഇനിയും എനിക്ക് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ലവിസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർത്, ഞാൻ ചെയ്യുമായിരുന്നു. താഴെ പറയുന്ന കാര്യം, ലാ അഖദ്തു ഫുദൂല അംവാലിൽ അഗ്നിയ, മിച്ചധനം പിടിച്ചടക്കും. വവസ്സഅതുഹാ അലാ ഫുഖറാഇൽ മുസ്ലിമീൻ, അത് മുസ്ലിങ്ങളാണ് അപ്പൊ മുന്നിലുള്ളത്. അപ്പൊ ആ മുസ്ലിങ്ങളുടെ ദരിദ്രവാസികളുടെ ആവശ്യത്തിന് അത് ഞാൻ വിട്ടുകൊടുക്കും. അപ്പോ മിച്ചമുള്ളവരിൽ നിന്ന്, ധനികരിൽ നിന്ന് ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് എടുത്ത് മറ്റൊരിക്കാൻ കൊടുക്കും. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ഖലഖലകും മാ ഫിൽ അർദി ജമിഅൻ, ഈ ഭൂമിയിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പടച്ചിട്ടുള്ളതാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആദ്യം ചെയ്ത കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ടവർ വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂമിയുടെ പട്ടയം, ഇന്നത്തെ ഭാഷ കേട്ടോ, അന്ന് പട്ടയം എന്നുള്ള ഭാഷ ഉണ്ടാവില്ല, പട്ടയം പരിശോധിക്കുന്ന ഒരു രംഗം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാരുടേതാണ്? സദസ്സിൽ കാര്യങ്ങളൊക്കെ അറിയുന്ന, നബിയുടെ കാലത്തൊക്കെ ജീവിക്കുന്ന സഹാബത്തിനൊക്കെ കണ്ട ആൾക്കാരുണ്ട്. അവരോട് ചോദിച്ചു, ഇതാരുടേതാണ്? ഇത് അങ്ങയുടേതാണെന്ന മറുപടി. എനിക്ക് ഇത് എങ്ങനെ എന്റേതായി? പട്ടയപ്രകാരം, ആധാരപ്രകാരം ഈ ഭൂമി ഫതക്കൽ ഹുനൈനിലൊരു ഭൂമി, അതാണ് ചരിത്രം നോക്കിയാർക്കും കിട്ടും. ഇതാരും എന്റേത് എങ്ങനെയായി? അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുമ്പോ കൈകാര്യം ചെയ്തിരുന്നതാണ്, പൊതുസ്വത്താണ്. പിന്നെ അത് അങ്ങയുടെ പിതാവ് അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങനെ കൈമാറി വന്നപ്പോ അത് സ്വകാര്യ ഭൂമിയായിട്ട് മാറി. അങ്ങനെ ഇപ്പൊ താങ്കളുടേതാണെന്നാണ് മറുപടി. ഉമർ റളിയല്ലാഹു അൻഹു തീ കൊണ്ടുവരാൻ പറഞ്ഞു. ആളുകൾ എന്തിനാന്ന് മനസ്സിലാവണില്ല. തീ കൊണ്ടുവന്നപ്പോ ഈ പട്ടയം നേരെ സദസ്സിന്റെ മുന്നിൽ വെച്ച് കത്തിച്ചു എന്നാണ് ചരിത്രം. പട്ടയം എന്ന് പറഞ്ഞ് ഇനി പതിമ തിരക്കുണ്ടാക്കണ്ട, അത് രേഖ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പട്ടയം എന്നാണ്. അപ്പൊ ചുരുക്കത്തിൽ സ്വകാര്യ സർക്കാരുകളും മറ്റു
വ്യക്തികളും വളരുന്നതിനും വികസിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. മദീനത്ത് മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു, മരുഭൂമിയാണല്ലോ, പിന്നെ പുല്ല് പച്ചപ്പ് വളരെ കുറഞ്ഞ സ്ഥലമാണ്. അപ്പൊ സർക്കാർ വക മേച്ചിൽപ്പുറം ഒട്ടകങ്ങൾക്ക് പുല്ല് തിന്നാൻ നീക്കി വെച്ചിരിക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിയമമുണ്ടാക്കി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവരുടെ ഒട്ടകങ്ങൾ അങ്ങോട്ട് കടക്കാൻ പാടില്ല. പൊതുസ്ഥലാണ്, പക്ഷേ ഉമർ എന്നവരുടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ എന്നവരുടെയും ഒട്ടകങ്ങൾ കടക്കാൻ പാടില്ല. ഒട്ടകങ്ങൾ ഒന്ന് കടന്നാൽ അതിന് പിന്നെ എല്ലാം കൂടി കടക്കും. ഇവരൊക്കെ നൂറുകണക്കിന് ഒട്ടകമുള്ള ആൾക്കാരാണ്, കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതായത് ഒരൊട്ടകവും ഒക്കെ ചാകാലി ഒട്ടകങ്ങളൊക്കെ ഉള്ള സാധുക്കൾക്കുള്ളതാണ്. അപ്പോൾ ഉസ്മാനിന്റെയും അബ്ദുറഹ്മാന്റെയും റളിയല്ലാഹു അൻഹും ഒട്ടകങ്ങൾ കടന്നാൽ പിന്നെ മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല, അതുകൊണ്ട് അവർ കടക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ എന്നിവർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. അത് അങ്ങനെയൊക്കെ ഇസ്ലാമിന്റെ ഈ രംഗത്തൊക്കെ ഉള്ള സമീപനം എന്താണെന്ന് മനസ്സിലാക്കുന്ന ധാരാളം കൊച്ചു കൊച്ചു സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് രൂപപ്പെടുന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന കാഴ്ചപ്പാട്. അതെല്ലാം കൂടി ചേർത്ത് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഖുർആൻ ആദ്യം വെച്ചിട്ട് ഇതൊക്കെ അതിന്റെ ലിതുബയ്യിന ലിന്നാസി എന്ന് പറഞ്ഞ മാതിരി അതിന് ഉസൂലുകൾ രൂപീകരിക്കുന്നത് അങ്ങനെയായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. CAC Joint Secretary, Kaligaവ് വാഫി ക്യാമ്പസ് ലുഗ വൽ ഹലാറ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് അലി വാഫി ആശംസാ ഭാഷണം നിർവഹിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. صلاة الله وسلامه على النبي الكريم وعلى آله وصحبه أجمعين. أما بعد. ഏറെ ആദരണീയരായ സദസ്സിൻ്റെ അധ്യക്ഷൻ, കാളികാവ് വാഫി ക്യാമ്പസിൻ്റെ ഡീൻ പ്രിയങ്കരനായ ഡോക്ടർ ജലീൽ വാഫി അൽ അസ്ഹരി, മറ്റു സ്റ്റേജിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ വലിയ ഒരാശംസക്ക് സമയവും സാഹചര്യവും അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ കോൺഫറൻസിൻ്റെ റൂഹ്, ആത്മാവ്, സോള്, അത് ഹക്കീം ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ കൃത്യമാണ്. പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോകുന്നതിൽ നമ്മൾ കാണുന്ന പ്രതിസന്ധികളെ ഇസ്ലാമിൻ്റെ ടെക്സ്റ്റ് വെച്ച് തന്നെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം, അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ എങ്ങനെ പരിഹാരം കാണണം എന്നതിനെക്കുറിച്ചാണ് ഉസ്താദ് കാര്യമായി ഊന്നി പറഞ്ഞത്. വഴിയിൽ ഒരുപാട് തടസ്സമുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കൂടെ 2-3 തടസ്സങ്ങൾ കിടക്കട്ടെ എന്നിടത്താണ് പണ്ഡിതന്മാർ പണ്ഡിത ധർമ്മം കുറച്ചു കാലമായിട്ട് ചെയ്തു പോരുന്നത്. അതിനപ്പുറത്ത് ഫിഖ്ഹിനെ വായിക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഉമ്മത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നമ്മൾ പണ്ഡിതന്മാരെ കുറിച്ച് വറസത്തുൽ അംബിയ എന്ന് പറയാറുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് റിസാലത്ത് നിന്നു പോയിട്ടുണ്ട്. പിന്നെ പുതിയ പ്രതിസന്ധികൾ, അതല്ലെങ്കിൽ ഇസ്ലാമിക ലോകം പുതിയ ലോകത്തേക്ക് വ്യാപരിച്ച സമയത്ത് കണ്ട പ്രതിസന്ധികൾക്കൊക്കെ മർമ്മമറിഞ്ഞ് കൃത്യമായി ആശയങ്ങൾ കൊണ്ട് പരിഹാരം തീർത്തത് ഇമാമുകളാണ്. ആ ഇമ്മത്തിന്റെ കാലം കഴിഞ്ഞ സമയത്ത് പിന്നെ അത് ചെയ്യേണ്ടത്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിൻ്റെ കാലമാണ്. നമ്മൾ കിതാബിൻ്റെ രേഖകൾ അങ്ങനെ വായിച്ചാൽ, അത് ടെക്സ്റ്റുവൽ റീഡിങ് നടത്തിയാൽ ഇന്നത്തെ പ്രോബ്ലത്തിന് പരിഹാരം കാണാൻ സാധ്യമല്ല. അപ്പൊ ഇന്ന് ടെക്സ്റ്റുകൾക്ക് അനുയോജ്യമായി നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇന്നത്തെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ കഴിയുക എന്നിടത്താണ് പണ്ഡിത ധർമ്മം കൃത്യമാകുന്നത്, അതിന് പൂരണം നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഈ സെമിനാർ ആ അർത്ഥത്തിലുള്ള ആലോചനക്ക് കൊളുത്തുന്നതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാവരും പറഞ്ഞതുപോലെ ഇത് തീർപ്പല്ല, പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കലാണ്. ഉസ്താദിന്റെ സംസാരത്തിൽ പലതും പല വഴികളും നമ്മുടെ മുന്നിൽ ഉണ്ട് എന്ന് വ്യക്തമാവുന്നുണ്ട്. ഏത് കാലത്ത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടുടനെയുള്ള കാലത്തൊക്കെ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ലൈസ് എന്നവരുടെ ചരിത്രം വായിക്കുമ്പോൾ, മാലിക് എന്നവരുടെ ചരിത്രം വായിക്കുമ്പോൾ, ഇമ്മത്തുൽ കിബാറിന്റെ ചരിത്രം മൊത്തം നോക്കുന്ന സമയത്തൊക്കെ പല പ്രതിസന്ധികൾക്കും പൂരണം നൽകുന്ന ചെറിയ ചെറിയ ശകലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഈ കാലത്തും സാധ്യമാണ് എന്ന് വിശ്വസിക്കുക. അതുമാത്രമാണ് ശരി എന്ന തീർപ്പിലെത്താതെ അങ്ങനെയും ഒരു ശരിയുണ്ടല്ലോ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നിടത്താണ് സെമിനാറുകളും കോൺഫറൻസുകളും ഒക്കെ വിജയിക്കുന്നത് എന്ന് വിശ്വസിക്കാനാണ് നമുക്കൊക്കെ ഇഷ്ടം. അങ്ങനെ ഒരു വിജയം ഈ കോൺഫറൻസിനും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Ladies and gentlemen, we have now reached the final address of the program. I now invite Ibrahim Badisha, Chairman of the Program Committee, to address the vote of thanks. Assalamu alaikum wa rahmatullahi ta'ala wa barakatuhu. Alhamdulillah, wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ, മറ്റു വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇസ്ലാമിക് ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഇവ ഉപയോഗിച്ച് ഇന്ത്യയിലെ സാമ്പത്തിക പുരോഗതി ഏത് രൂപത്തിൽ നമുക്ക് മെച്ചപ്പെടുത്താം, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നാം ഇന്നും നാളെയുമായി ഇവിടെ ഈ ഫിഖ് കോൺഫറൻസിലൂടെ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പല സെഷനുകളും കഴിഞ്ഞുപോയി, ഇനി പലതും ഇന്നും നാളെയുമായി നടക്കാനിരിക്കുന്നു. അതിൽ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയും അതുപോലെ തന്നെ സാന്നിധ്യവും ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മുടെ ഈ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ CIC അക്കാഡമിക് കൗൺസിൽ ചെയർമാൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾക്കും അതുപോലെ തന്നെ അബ്ദുൽ ഹക്കീം ഫൈസി ഉസ്താദ് അവർകൾക്കും അതുപോലെ തന്നെ ക്യാമ്പസ് ഡീൻ അബ്ദുൽ ജലീൽ ഉസ്താദ്, ക്യാമ്പസ് വൈസ് ഡീൻ അയ്യൂബ് വാഫി ഉസ്താദ്, മറ്റു വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ പരിപാടിയുടെ അവസാനം വരെയും എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.